സ്നേഹാനന്ദങ്ങൾ പ്രിയമുള്ളവരെ, ഇസ്രയേലിൻ്റെ ചരിത്രത്തിലൂടെ ഒരു യാത്ര, ചരിത്രത്തിൻ്റെ ഇടനാഴികളിലൂടെ നടക്കുന്നത് വളരെ കൗതുകകരമാണ്. പ്രത്യേകിച്ചും അത് ഇസ്രയേലിൻ്റെ ചരിത്രമാകുമ്പോൾ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇസ്രയേലിൻ്റെ യുദ്ധ ചരിത്രങ്ങളെക്കുറിച്ചാണ്. റോയ് പാസ്റ്റർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇസ്രയേലിലെ യുദ്ധചരിത്രങ്ങൾ എന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിൽ ഒത്തിരി ഇസ്രയേലിൻ്റെ യുദ്ധങ്ങളുടെ ചരിത്രങ്ങളുണ്ട്. എത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ള അനുഭവങ്ങളാണ്. ഡിവൈൻ ഇൻ്റർവെൻഷൻ, സ്വർഗം ഇറങ്ങി യുദ്ധം ചെയ്യുന്ന, ഇടപെടുന്ന അനുഭവങ്ങൾ, പ്രകൃതി അവർക്കായി യുദ്ധം ചെയ്യുന്ന അനുഭവങ്ങൾ. ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൊക്കെ ഉണ്ടല്ലോ, സീസരയോട് നക്ഷത്രങ്ങൾ യുദ്ധം ചെയ്തെന്ന്. നക്ഷത്രങ്ങളെന്ന് ആ ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നത് സ്വർഗദൂതന്മാരെന്ന അർത്ഥത്തിലാണ്. ദൂതന്മാർ യുദ്ധം ചെയ്യുന്ന അനുഭവങ്ങൾ. അത് വേദപുസ്തക ചരിത്രത്തിലെ മാത്രം അനുഭവങ്ങളല്ല. ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി സ്ഥാപിക്കപ്പെട്ട ശേഷം കഴിഞ്ഞ ഏതാണ്ട് 70 വർഷങ്ങളോളം ആ രാജ്യം കടന്നു പോകുന്ന വഴികൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനിടയായി തീരും. അവരുടെ യുദ്ധങ്ങളിൽ ഇന്നും ദൈവിക ഇടപെടലുണ്ട്. അത്ഭുതകരമായ കഥകളാണ്. നമ്മൾ ഇന്ന് ഇസ്രായേലിൻ്റെ യുദ്ധങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. റോയ് പാസ്റ്റർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്നേഹത്തോടു കൂടെ പാസ്റ്ററെ വെൽക്കം ചെയ്യുകയാണ്. പ്രൈസ് ലോർഡ് പാസ്റ്റർ. പ്രൈസ് ലോർഡ്. ഞാൻ യാത്ര കഴിഞ്ഞ് വന്ന്, പ്രത്യേകിച്ചും ട്രെയിൻ യാത്രയായിരുന്നത് കൊണ്ട് ഈ തണുത്ത കാറ്റ് കുറച്ചടിച്ച് തൊണ്ടയൊക്കെ ഒന്ന് പോയി, ശബ്ദത്തിനൊക്കെ ഒരു പ്രശ്നം. അതുകൊണ്ട് വേഗത്തിൽ പാസ്റ്ററെ ഏൽപ്പിക്കുക. പാസ്റ്റർ, നമ്മൾ പണ്ട് ഡിസ്കസ് ചെയ്തൊരു വചനമുണ്ട് അല്ലേ, പുറപ്പാട് പുസ്തകം 34 ഒരു വാക്യം. ഞാൻ ഇന്ന് ഈ യുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണെന്നുള്ള ടോപ്പിക്ക് നമ്മൾ ഡിസൈഡ് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ പിന്നെയും വന്നത് ആ ഒരു വാക്യമാണ്. ദൈവം ഇസ്രായേലിനോട് പറയുന്ന ഒരു വലിയ പ്രോമിസ്. നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ, അല്ല, നിങ്ങൾ ആലയത്തിൽ ആരാധനയ്ക്ക് പോകുമ്പോൾ ശത്രു നിങ്ങളെ ആക്രമിച്ചാൽ, ശത്രു നിങ്ങളെ ആക്രമിക്കുകയില്ല, നിങ്ങളുടെ ദേശം മോഹിക്കത്തില്ല. ഇനിയും മോഹിച്ചാൽ തന്നെ അത് നിങ്ങളുടെ ടെറിട്ടറി എക്സ്പാൻഡ് ആകാൻ വേണ്ടിയാണ്. എന്തൊരു വാക്യ പാസ്റ്റർ അത്. എക്സോഡസ് ചാപ്റ്റർ 34. സത്യത്തിൽ ഇസ്രായേലിൻ്റെ ചരിത്രം അതാണല്ലേ പാസ്റ്ററെ. അവരുടെ യുദ്ധങ്ങളിലെല്ലാം അവരുടെ ടെറിട്ടറി എക്സ്പാൻഡ് ആയിട്ടുണ്ട്. അതെ അതെ അതെ, എല്ലായ്പ്പോഴും ആരെങ്കിലും അവരോട് അങ്ങോട്ട് ആക്രമിക്കാൻ പോയാൽ അത് അവർക്ക് ഗുണമായിട്ടങ്ങ് മാറുന്നു. അതിൻ്റെ കാരണം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പാസ്റ്റർ, ഈ ഒരു വാക്യം പുറപ്പാട് 34 പറയുമ്പോൾ അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദ ലോർഡ് ഓൾസോ സെഡ് ടു മോസസ്, റൈറ്റ് ഡൗൺ ദീസ് വേർഡ്സ്, ഫോർ ഇൻ അക്കോർഡൻസ് വിത്ത് ദീസ് വേർഡ്സ് ഐ ഹാവ് മെയ്ഡ് എ കവനന്റ് വിത്ത് യു ആൻഡ് വിത്ത് ഇസ്രായേൽ. ഈ വാചകങ്ങൾ നീ എഴുതുക. യഹോവയായ ദൈവം പറയുകയാണ്, ഞാൻ നിന്നോടൊരു ഉടമ്പടി ചെയ്യുകയാണ്. അതായത് ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ, ആലയത്തിൽ ആരാധനയ്ക്ക് വരുമ്പോൾ നിനക്ക് എന്ത് ദോഷമുണ്ടായാലും അത് നിൻ്റെ അതിരുകൾ വിസ്താരമാകാൻ കാരണമായി തീരുമെന്നുള്ളത് ഒരു ദൈവിക ഉടമ്പടിയായിട്ടാണ് പറയുന്നത്. ദൈവിക ഉടമ്പടി. അപ്പം ദൈവം ചെയ്ത ആ ഉടമ്പടിയുടെ പവർ ചരിത്രത്തിൽ നമ്മൾ പിന്നെയും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പാസ്റ്ററേ, എന്ത് പറയുന്നു? കർത്താവിന്റെ വചനം ഏത് കാലത്തും ജീവിക്കുന്നതല്ലേ പാസ്റ്ററെ. അപ്പം പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞേക്കുന്ന ആ ഒരു വാക്ക്, സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ പുരുഷപ്രജയൊക്കെയും നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കൽ കയറി വരണം. ആ വാക്യത്തെക്കുറിച്ച് പക്ഷേ ഞാനത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, അതിനകത്ത് 2 കാര്യങ്ങളാണ് ദൈവം പറയുന്നത്. അതൊരു കമാൻഡ്മെന്റാ, ഒരു കൽപ്പന. കാരണം ഫീസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വാക്ക് പറയുന്നത്, സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ പുരുഷപ്രജയൊക്കെ നിർബന്ധമായും നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കൽ കയറി വരണം. ഈ പുറപ്പാട് പുസ്തകം 34 പറയുന്നത് സീനായി മൗണ്ടന്റെ താഴ്വര വെച്ച ഏകദേശം 30 ലക്ഷം പേരുണ്ട്. ഇവർക്ക് ടാബർനാക്കിളിന്റെ ഒക്കെ സിസ്റ്റം ഒന്ന് എസ്റ്റാബ്ലിഷ് ആക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഈ ഒരു സമയത്ത് ദൈവം പറയുന്നത്. ഇവര് ടാബർനാക്കിളിന്റെ സെൻട്രി വരുമ്പോഴത്തേക്കിന് ടാബർനാക്കിളിന് ചുറ്റുമാണ് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾ 3 3 3 എന്നുള്ള ആ ഒരു ഓർഡറിൽ ഇവർ പാളയം അടിച്ചു കിടക്കുന്നത്. 12 സ്ക്വയർ മൈലിലാണ് ഇവർ പാളയം അടിച്ചു കിടക്കുന്നത്. 12 സ്ക്വയർ മൈലിൽ. പക്ഷേ ഈ 12 സ്ക്വയർ മൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ദൂരമായിരിക്കും. അപ്പൊ അവിടെ നിന്നുകൊണ്ട് പുരുഷന്മാരെല്ലാവരും ടാബർനാക്കിൾ മധ്യേ ഇതിന്റെ മധ്യേ വന്നു കഴിഞ്ഞാൽ
സംവത്സരത്തെ 3 പ്രാവശ്യം വരണമെന്ന്. അതിനകത്തൊരു കമാൻഡ്മെന്റും ഉണ്ട്. രണ്ടാമത്തെ വാക്ക് അതിനകത്തൊരു വാണിങ്ങുമുണ്ട്. കാരണം നീ കയറി വന്നിരിക്കുമ്പോൾ നീ എന്റെ അടുക്കലാ വന്നതെങ്കിൽ നിന്റെ ദേശം യാതൊരുത്തനും മോഹിക്കത്തില്ല. ഞാൻ നിന്റെ കാര്യം നോക്കിക്കോളാം. നിന്റെ അതിർത്തികളെ ഞാൻ വിശാലമാക്കും നീ എന്റെ അടുക്കൽ വന്നാൽ. പക്ഷെ പലപ്പോഴും ഇസ്രയേലിന്റെ ചരിത്രങ്ങൾ നമുക്ക് ഈ ഒരു കാലഘട്ടങ്ങളിൽ പഠിക്കുമ്പോൾ ഇസ്രയേൽ ദൈവത്തിൽ നിന്ന് അകലുമ്പോഴൊക്കെയാണ് പലപ്പോഴും ശത്രു അതിരുകളെ പൊളിക്കുന്നത്. ഓക്കെ, നമുക്ക് പക്ഷേ ആ വാക്യം ഭയങ്കര ഗംഭീരമാണ്. ഇസ്രയേലിന്റെ പല മേജർ യുദ്ധങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിന്റെ മിലിറ്ററി ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തിയ പല യുദ്ധങ്ങളാണ് ഇസ്രയേലിന്റെ യുദ്ധങ്ങൾ. അതിൽ ഒന്നാമത്തെ ഒരു യുദ്ധമാണ് ഇസ്രയേലിന്റെ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ആ ഇൻഡിപെൻഡൻസ് ഡേയുടെ മണിക്കൂറുകൾ കഴിയുമ്പോൾ തുടങ്ങുന്ന യുദ്ധം, 5 രാജ്യങ്ങൾ ഒരുമിച്ച് വന്ന് നടക്കുന്ന യുദ്ധം. അത് വേൾഡ് ഹിസ്റ്ററിയിൽ, മിലിറ്ററിയുടെ ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തിയേക്കുന്ന ഒരു ചരിത്രമാണ്. കാരണം ഇങ്ങനെ ജനിച്ചു വീണ ഒരു കൊച്ചിനോട് പോരടിച്ചിട്ട് എങ്ങനെ ആ കൊച്ചു ബാക്കിയുള്ള എസ്റ്റാബ്ലിഷ്ഡ് 5 രാജ്യങ്ങളെ തകർത്ത് കളഞ്ഞു. രണ്ടാമത്തെ ഒരു കാര്യമാണ് 6 ഡേ വാർ എന്ന് വിളിക്കുന്ന 1967 ജൂൺ മാസം നടക്കുന്ന യുദ്ധം. അതും മിലിറ്ററി ഹിസ്റ്ററിയിൽ ഭയങ്കരമാണ്. പ്രധാനപ്പെട്ട 3 രാജ്യങ്ങളെ 6 ദിവസം കൊണ്ട് അടിച്ചു തകർക്കുക എന്ന് പറയുന്നത്. അടുത്ത യുദ്ധമാണ് യോം കിപ്പൂർ വാർ. ഇതൊക്കെ ഈ ഒരു വാക്യവുമായിട്ട് കണക്റ്റഡാണ്. പ്രത്യേകിച്ച് 1973 യുദ്ധം ഈ ഒരു വാറുമായിട്ട്, അതുപോലെ തന്നെയാണ് 2023 യുദ്ധവും ഈ വാറുമായിട്ട് കണക്റ്റഡാ. ദൈവം പറയുക, നീ എന്നെ ആരാധിക്കാൻ വന്നു കഴിഞ്ഞാൽ മതി, നിന്റെ രാജ്യം, നിന്റെ ദേശം യാതൊരുത്തിനും മോഹിക്കത്തില്ല. ബ്യൂട്ടിഫുൾ പാസ്റ്റർ ആ വാക്കിന്റെ അർത്ഥം. ദൈവത്തെ സേവിച്ചാൽ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ തന്റെ ജനത്തോടുണ്ടെന്നൊക്കെ ഉള്ളത്. ശരി പാസ്റ്റർ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാം. പാസ്റ്ററോടും ബാക്കി പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പാസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാൻ കേട്ടോ. ഞാൻ പറയാറുണ്ട് എക്സൈറ്റിംഗ് ആണ് ഇസ്രായേലിന്റെ വാർ ഹിസ്റ്ററി എന്ന്. പ്രത്യേകിച്ചും ആദ്യത്തെ യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പോലുള്ള സമയം കൊടുക്കാതാണ് ഒരു പുതിയ രാജ്യം, പുതിയ രാഷ്ട്രം, എന്നാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചില രാജ്യങ്ങൾ, അവർക്ക് വലിയ മിലിറ്ററി പവർ ഇല്ലെങ്കിൽ പോലും ഒരു എക്സിസ്റ്റിംഗ് രാജ്യത്തിൻ്റെതാകുന്ന മിലിറ്ററി കപ്പാസിറ്റിയോട് കൂടിയാണ് അവർ ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് പാസ്റ്ററെ ചരിത്രം കേട്ടിട്ടുള്ളത്. ഇവരുടെ കയ്യിൽ യുദ്ധ വാഹനങ്ങളൊന്നുമില്ല. ആ സമയത്ത് യുദ്ധവാഹനങ്ങളൊന്നുമില്ല. ഇവർ സാധാരണ ട്രക്ക് മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ പെയിന്റ് അടിച്ച് മിലിറ്ററി വാഹനങ്ങൾ പോലാക്കി ഒരു ഗിമിക്സ് യുദ്ധം ചെയ്തെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളത്. അതായത് വാഹനത്തെ പെയിന്റ് അടിച്ചിറക്കിയിട്ട് വലിയ പാറ്റൻ ടാങ്കി, പീരങ്കി പോലുള്ള മോഡലിൽ കൊണ്ട് അതിർത്തി നിർത്തി ഇവരെ ഒരു ഗിമിക്സ് കാണിച്ചു. എന്നാൽ ഞാൻ കേട്ടിട്ടുള്ള കാര്യം പാസ്റ്റർ, ഈ വചനത്തിൻ്റെ വാക്യമുണ്ട്, ഇസ്രായേലിനെതിരെ വരുന്ന ശത്രുക്കളോട് നേച്ചർ യുദ്ധം ചെയ്യുന്നു, പ്രകൃതി യുദ്ധം ചെയ്യുന്നു, കടന്നലുകൾ, തേനീച്ചകൾ, ഇതൊക്കെ വേദപുസ്തകത്തിലെ വാക്യങ്ങളാണ്. തേനീച്ചകൾ ഇളകി അറബികളെ ഓടിച്ച ചരിത്രം ആ ഒരു വാറിലുണ്ടായി. ഇസ്രായേലിൻ്റെ മലകളിൽ നിന്ന് ഈ തേനീച്ചകൾ കൂട്ടമായിട്ട് ഇളകി ഈ അറബ് പട്ടാളക്കാരെ ഓടിച്ച ചരിത്രം ആ യുദ്ധത്തിലുണ്ടായി. ശരിക്കും വേദപുസ്തകത്തിൽ എന്താ പ്രോമിസ് ചെയ്തത് അതുപോലെ തന്നെ തേനീച്ചകൾ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊക്കെയുള്ള വേദപുസ്തക പ്രവചനം, ആ വാഗ്ദത്തം, ആ കവനന്റ് ദൈവം അവർക്ക് വേണ്ടി പൂർത്തീകരിച്ചു. ഇസ്രായേലുമായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു കവനന്റ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത് കൊണ്ട് ബ്രേക്ക് ആയെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാ. ഇനിയും അത് റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് സഭ മാറ്റപ്പെട്ട ശേഷം ഉള്ള ചരിത്രമാണെന്ന് നമുക്കറിയാം. പക്ഷേ വേദപുസ്തകത്തിൽ പറയുന്ന പ്രോമിസസിന്, വാഗ്ദത്തങ്ങൾക്ക്, ദൈവത്തിൻ്റെ ഉടമ്പടികൾക്ക് എത്ര ശക്തി ഉണ്ടെന്നുള്ളതാണ് ഈ കാര്യങ്ങൾ തെളിയിക്കുന്നത്. അതായത് അവർ അല്പകാലത്തേക്ക് ത്യജിക്കപ്പെട്ടവരാണെങ്കിൽ ആ ത്യജിച്ച സ്ഥിതി പോലും ദൈവത്തിൻ്റെ കവനന്റിൻ്റെ ഒരു പവർ. കാരണം ദൈവം അത് പറഞ്ഞേക്കുന്നത്. ദൈവം പറഞ്ഞാൽ പ്രകൃതിക്ക് തടുക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റത്തില്ല. ഈ ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക എന്നൊക്കെ പറയുമ്പോൾ ആകാശവും ഭൂമിയും ഒക്കെ കേൾക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ദൈവം പറഞ്ഞത് പ്രകൃതി അനുസരിച്ചുകൊണ്ടിരിക്കുക ഇസ്രായേലിന് വേണ്ടി. അതെ പാസ്റ്ററെ, കണ്ടിന്യൂ ചെയ്യാം കേട്ടോ പാസ്റ്ററെ. യെസ് പാസ്റ്ററെ, യെസ് പാസ്റ്ററെ. പാസ്റ്റർ പറഞ്ഞ ഒരു വാക്കിനകത്തുനിന്ന് ഞാൻ ഒരു വാക്കും കൂടെ അടർത്തി എടുത്തോണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഒന്ന് പറയാൻ വേണ്ടി പോവുക. പാസ്റ്ററെ, പ്രകൃതി യുദ്ധം ചെയ്യും.
ഇസ്രയേലിന് വേണ്ടി പ്രകൃതി യുദ്ധം ചെയ്യുമെന്നുള്ളതിന് ഒത്തിരി തെളിവ് ഞാൻ ബൈബിളിൽ നിന്ന് ഒരു തെളിവ് കാണിച്ചിട്ട് അല്പകാര്യങ്ങൾ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടെ നമുക്ക് ഒന്ന് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ പുറപ്പാട് പുസ്തകത്തിനകത്ത് എനിക്ക് തോന്നുന്നു 23-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. പുറപ്പാട് പുസ്തകം 23-ന്റെ 28. പുറപ്പാട് പുസ്തകം ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ. 23-ന്റെ 28 ഒരു വളരെ ബ്യൂട്ടിഫുൾ ഒരു വാക്കാ പാസ്റ്ററെ. നിന്റെ മുമ്പിൽ നിന്ന് ഹിവ്യനെയും കനാന്യനെയും ഹിത്യനെയും ഓടിച്ചു കളയുവാൻ ഞാൻ നിനക്ക് മുമ്പായി കടന്നലുകളെ അയക്കും. പക്ഷെ ഞാൻ ഈ വാക്കുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ള ഈ വചനങ്ങൾ എത്ര ഭാഗത്ത് കിടപ്പുണ്ടെന്ന് അറിയാമോ? ജോഷുവയുടെ പുസ്തകം 24-12 കിടപ്പുണ്ട്. അത് ലിറ്ററലി ജോഷുവയുടെ മുമ്പിൽ സംഭവിക്കുക. ജോഷുവയുടെ മുമ്പിൽ നിന്ന് ഒളിച്ചുകൊള്ളുന്ന 2 രാജാക്കന്മാരെ കടന്നല് പോയി കുത്തിയിളക്കി ഒഴിച്ചു വിട്ടു. ഡ്യൂട്രോണമി ആവർത്തന പുസ്തകം 7-20 കിടപ്പുണ്ട്. പുറപ്പാട് പുസ്തകം 23-28 കിടപ്പുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പുറപ്പാട് പുസ്തകം 23-28 എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ ഇറങ്ങിത്തിരിച്ചു. ഏകദേശം 3-ാം മാസം എത്തിയപ്പോഴാണ് ഇവർ സീനായി മൗണ്ടനിൽ എത്തുന്നത്. നമ്മുടെ ടൈം ലൈൻ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ മക്കൾ ആബീബ് 14-ാം തീയതി അർദ്ധരാത്രിക്ക് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി. 15-ാം തീയതി തൊട്ട് അവർ യാത്ര തുടർന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ സീനായി പർവ്വതത്തിന്റെ താഴ്വര എത്തി. അവിടെ വെച്ചാണ് ഫീസ്റ്റ് ഓഫ് പെന്റക്കോസ്റ്റ് നടക്കുന്നത്. 50-ാം ദിവസം ഫീസ്റ്റ് ഓഫ് പെന്റക്കോസ്റ്റ് നടക്കുന്നത്. ഇപ്പൊ 3 മാസം എന്ന് പറയുമ്പോൾ ദയവായിട്ട് ആരും ചിന്തിക്കല്ലേ 90 ദിവസം എത്തിയെന്ന്. ഒരിക്കലും അല്ല. 90 ദിവസം എന്നല്ല. പുറപ്പാട് 19 കിടപ്പുണ്ട്. അതിന്റെ കണക്കുകളും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചരിത്രം കിടപ്പുണ്ട്. ഇസ്രായേൽ മക്കളുടെ 1-ാമത്തെ വർഷം ഇറങ്ങിത്തിരിച്ച് 1-ാമത്തെ വർഷം അവര് വാഗ്ദത്ത ദേശത്ത് എത്തുന്നത് 42 വർഷം കഴിഞ്ഞിട്ടാണ്. പക്ഷെ ദൈവം 3-ാം മാസം തന്നെ, അല്ലെങ്കിൽ ഇറങ്ങിത്തിരിച്ചതിന് 1-ാം വർഷം തന്നെ പറയുക, നീ ചെല്ലുന്നതിനെക്കാട്ടിൽ മുമ്പേ ഞാൻ കടന്നലിനോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ കടന്നലിന് അത്രയും ആയുസില്ല. കടന്നലൊക്കെ കൂടിപ്പോയ ഈ മാസങ്ങളുടെ അത്രയും പോലും ആയുസുള്ള ഒരു ജീവിയാ ഈ തേനീച്ചയും കടന്നലും ഒക്കെ. പോട്ടെ, 1 വർഷമെന്ന് നമുക്ക് കൊടുക്കാം ഒരു കടന്നലിന് ആയുസ്. 42 വർഷത്തിന് മുമ്പേ ദൈവം പറയുക, ഞാൻ കടന്നലിനെ നിന്റെ മുമ്പിൽ അയക്കുമെന്ന്. ഞാൻ ആ വാക്ക് പറയുന്ന ഇപ്രകാരമാണ്. കടന്നലിന്റെ വല്യപ്പച്ചൻ ജനിക്കുന്നതിനെക്കാട്ടിലും മുമ്പേ ദൈവം പ്ലാൻ ചെയ്ത് വെച്ചു ഇസ്രായേലിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന്. ജോഷുവയുടെ കാലത്തും ഇത് സംഭവിച്ചു. ജോഷുവയുടെ മുമ്പിൽ നിന്ന് ഒളിച്ചുകൊള്ളുന്ന 2 രാജാക്കന്മാരെ, അമോര്യരുടെ രാജാക്കന്മാരെ കുത്തി ഓടിച്ചു കളയാൻ ദൈവം അവരെ സഹായിച്ചു. പക്ഷെ 1967 പോലും പ്രകൃതി ഇവർക്ക് വേണ്ടി യുദ്ധം നടന്നു. നിങ്ങൾക്ക് ഇസ്രയേലിന്റെ ഒരു യുദ്ധത്തെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. എഗനിസ് ഓൾ ഓഡ്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. അതിനകത്ത് ആ ഡോക്യുമെന്ററിക്കകത്ത് അവർ പറയുന്നുണ്ട്, ഒരിക്കൽ 1967 ഇസ്രയേലിന്റെ കുറെ ആർമിയുടെ ആൾക്കാര് സിറിയയുടെയും ഇസ്രയേലിന്റെ ബോർഡറിൽ ചെന്ന് കയറി. എന്റെ കയ്യിൽ ആ വീഡിയോ ഇരിപ്പുണ്ട്. ഞാൻ പൊതുവെ പല സമയത്തും ഇസ്രയേലിന്റെ വാറുകളെ കുറിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് ഇതൊക്കെ കാണിക്കാറുള്ളതാണ്. ഇവര് പോയി അവിടെ കയറി. ഇവര് പോയി ഏതോ ഒരു മിഷന് വേണ്ടി പൊക്കോണ്ടിരിക്കുക. പോകുന്ന വഴിയിൽ ഇവര് ഒരു സ്ഥലത്ത് ചെന്നപ്പോഴേ ഒരു ബോർഡ് കാണുന്ന രാത്രിയിൽ മൈൻ ഫീൽഡ് എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടു. ഇവർക്ക് മനസ്സിലായി ഇവര് മൈൻ ഫീൽഡിൽ അകപ്പെട്ടു. എനിക്ക് തോന്നുന്നു കമാൻഡോസാ. അവർക്ക് തിരിച്ചു വരാൻ യാതൊരു നിവൃത്തിയില്ല. ഇവര് തിരിച്ചു പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവരുടെ പട്ടാളത്തിന്റെ കമാൻഡർ പറയുക, ഇനി ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ, ഒരു ചുവട് വെക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കത്തിയെടുത്ത് നിലത്ത് കുത്തിയിട്ട് മൈൻ എവിടെ ഉള്ള എന്ന് കണ്ടുപിടിച്ച് ഇവിടുന്ന് രക്ഷപ്പെട്ടു. അതേ ഉള്ളൂ നിങ്ങളുടെ മുമ്പിൽ. കാരണം ഈ പട്ടാളക്കാരും കമാൻഡോസ് എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഏത് ചലഞ്ചസിനകത്തും അവര് റിസ്ക് എടുത്ത് ലൈഫ് സേവ് ചെയ്യുന്നവരും അല്ലെങ്കിൽ അവർ രക്ഷപ്പെടുന്നവരുമാണ്. ഇവരിങ്ങനെ കുത്തി കണ്ടുപിടിക്കാൻ നോക്കുന്ന സമയത്ത്, പക്ഷെ അതിന്റെ ആ വീഡിയോയ്ക്കകത്ത് ഇതൊരു മൂവി അല്ല, ഇതൊരു ഡോക്യുമെന്ററിയാണ്. അതിനകത്ത് അവർ പറയുക, ഇന്റർവ്യൂ സഹിതം പറയുക, ഈ പട്ടാളക്കാരവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ഭയങ്കര പൊടിക്കാറ്റടിച്ചു. പൊടിക്കാറ്റടിച്ചിട്ട് ഈ പൊടി ആ കാറ്റെല്ലാം അടിച്ചു കുറെ സമയം കഴിയുമ്പോൾ ഇവരങ്ങ് നിലത്ത് കിടന്നു. ഇവർ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന കാഴ്ച, അത്രയും നേരം അവര് കുത്തിയാൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത 10,000-കണക്കിന് മൈന് ഈ മൈന് ഈ കാറ്റുകൾ എക്സ്പോസ് ചെയ്ത് കൊടുത്തു. കാറ്റുകൾ, പ്രകൃതി ഇവർക്ക് വേണ്ടി, ഇസ്രയേലിന് വേണ്ടി ചെയ്ത അനേക കാര്യങ്ങളുണ്ട് പക്ഷെ പ്രകൃതി. ഇനി ഇപ്പോൾ നടക്കുന്ന
പക്ഷേ ഈ എനിക്ക് PPT കാണിക്കാൻ ഒന്ന് ഷെയർ ചെയ്ത് തരാമെങ്കിൽ, പ്രകൃതികൾ തന്നെയല്ല, സ്വർഗത്തിലെ ദൈവം ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പല എവിഡൻസ് ഉണ്ട്. അതൊക്കെ ഭയങ്കര അത്ഭുതമാണ്. ഞാൻ അതിന്റെയൊക്കെ പേപ്പർ കട്ടിങ്ങുകളൊക്കെ എന്റെ ക്ലാസ്സുകളിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പേപ്പർ കട്ടിങ്ങുകളൊക്കെ 1900 എനിക്ക് തോന്നുന്നു 2014 പേപ്പർ കട്ടിങ് ഞാനൊന്ന് കാണിക്കട്ടെ. ജൂയിഷ് ടെലഗ്രാഫ് എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജ് കട്ടിങ്ങാ. അതിനകത്ത് ഇത് എന്നത്തെയായിരുന്നു? 2014 ജൂലൈ 18. ഇതിനകത്ത് ഫ്രണ്ട് ഹെഡ്ലൈൻ വന്നേക്കുന്നത് കണ്ടോ? "Their God changes the path of our rocket in a mid-air, said a terrorist." ഇതൊരു പേപ്പർ കട്ടിങ്ങാ. ഇതിന്റെ എന്തോ ചരിത്രം എന്തുവാ? ഇസ്രയേലിന് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുന്നു. ഇസ്രയേലിന്റെ പരിപാലകൻ ഇന്നും മയങ്ങിയിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. അവൻ തന്നെയാ ഇസ്രയേലിന്റെ പരിപാലകനെന്നും ആ ദൈവം തന്നെയാ നമ്മുടെയും പരിപാലകൻ. ഇതിന്റെ ചരിത്രങ്ങളെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഞാൻ താഴെ PPT ഇട്ടിട്ടുണ്ട്, PPTക്കകത്ത് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ചരിത്രം എന്തുവാന്ന് ഞാൻ പറയാം. 2014 ഇസ്രയേലിന് നേരെ ഹമാസ് ആയിരക്കണക്കിന് മിസൈലുകൾ അയച്ചു. ഒട്ടുമിക്ക മിസൈലുകളെയും അവരുടെ അയൺ ഡോം എന്ന് പറഞ്ഞ ടെക്നോളജി അതിനെ തകർത്ത് കളയും, ആകാശത്തിൽ വെച്ച് തന്നെ തകർത്ത് കളയും. പക്ഷേ എന്നാൽ പോലും അയൺ ഡൂമിന് 80% ആക്യുറസി ഉള്ളെന്ന് ഇസ്രയേൽ തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ 20% കാര്യങ്ങൾ, മിസൈലുകളൊക്കെ വരുന്നത് വേറെ സ്ഥലത്തൊക്കെ, പോപ്പുലേറ്റഡ് അല്ലാത്ത സ്ഥലത്തൊക്കെ വീഴുന്നതിനെയൊക്കെ അവർ മാറ്റിക്കളയും. കാരണം അവരുടെ ഒരു ആന്റി മിസൈൽ പോകാൻ $50,000 അവർക്ക് ചെലവ്. ഒരു ആന്റി മിസൈലിന് വേണ്ടി ഇസ്രയേൽ ചെലവാക്കുന്ന $50,000. പക്ഷെ ഹമാസ് വിടുന്ന റോക്കറ്റിന് $1,000 ഉള്ളൂ. അതിനെ തകർക്കാൻ വരുന്ന ആന്റി മിസൈല് അത് GPS ഗൈഡഡാ. കാരണം ഇത് വരുന്ന കറക്റ്റ് ലോങ്ങിറ്റ്യൂഡിലും ലാറ്റിറ്റ്യൂഡിലും പോയി തകർത്തെങ്കിലേ പറ്റത്തുള്ളൂ. ഇസ്രയേലിന്റെ 80% മാത്രമേ ആക്യുറസി ഉള്ളൂ എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അവര് പറയുക, ഒരിക്കൽ ഒരു മിസൈൽ ഇസ്രയേലിന്റെ പോപ്പുലേറ്റഡ് സ്ഥലങ്ങളിലേക്ക് വന്നു. ആ വന്ന സമയത്ത് ഒന്നാമത്തെ ആന്റി മിസൈൽ പോയി. ആ മിസൈലിനെ തകർക്കാൻ പറ്റിയില്ല, ശത്രുവിന്റെ മിസൈലിനെ തകർക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ ആന്റി മിസൈൽ ലോഞ്ച് ചെയ്തു, ഓട്ടോമാറ്റിക് ലോഞ്ചായി. പക്ഷെ അതിനെ തകർക്കാൻ പറ്റില്ല. അങ്ങനെ 4 മിസൈല് ലോഞ്ച് ചെയ്തിട്ട് ശത്രുവിന്റെ മിസൈലിനെ തകർക്കാൻ പറ്റിയില്ല. അപ്പൊ ഇത് എവിടെ പോയി വീഴുന്നു എന്ന് അവരുടെ സാറ്റലൈറ്റ് കണ്ടുപിടിച്ചിട്ട് ആ ഏരിയയിലെല്ലാം അലാറം കൊടുത്തു, വാർണിംഗ് കൊടുത്തു, കാഷ്വൽ അല്ലെങ്കിൽ മെഡിക്കൽ എമർജൻസി എല്ലാം ഡിക്ലെയർ ചെയ്തു. അവിടെ എല്ലാം റെഡിയായി, ആൾക്കാര് ബങ്കറുകളിൽ പോയി ഒളിച്ചു. പക്ഷെ പെട്ടെന്ന് ഇവരുടെ ടെക്നോളജി ഇന്റർസെപ്റ്റർ കണ്ടുപിടിക്കുക, ആ സ്ഥലത്തേക്ക് ഒരു കിഴക്കൻ കാറ്റടിച്ചു. പക്ഷെ ആ കിഴക്കൻ കാറ്റിന് 200 മൈലോളം സ്പീഡ് ഉണ്ടായിരുന്നെന്ന്. ആ വന്ന കാറ്റ് സെക്കൻഡുകൾ കൊണ്ട് ഇത് താഴെ വീഴേണ്ടതാ. അടുത്ത സെക്കൻഡുകൾക്കകം ഈ മിസൈൽ, ശത്രുവിന്റെ മിസൈൽ താഴെ വീഴണം. പക്ഷെ ആ അടിച്ച കിഴക്കൻ കാറ്റ് ഈ ശത്രുവിന്റെ മിസൈലിനെ എടുത്തുകൊണ്ട് നേരെ മെഡിറ്ററേനിയൻ സീയിൽ കൊണ്ട് കളഞ്ഞു. ഈ ഇതിന്റെ കമാൻഡറിന്റെ ഇന്റർവ്യൂവിലാണ് അദ്ദേഹം വെളിയിലോട്ട് ഇറങ്ങി പറയുക, ഇസ്രയേലിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. പിന്നീട് ടെററിസ്റ്റുകൾ പറയുന്ന വേർഡാ നമ്മൾ ഇപ്പോൾ PPTയിൽ ആ കാണിച്ച വേർഡ്. ടെററിസ്റ്റുകൾ, അതിന്റെ ആൾക്കാർ പറയുക, "Their God changes the path of our rocket in a mid-air," said a terrorist. പക്ഷെ ഇസ്രയേലിന് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. നമുക്ക് ഇസ്രയേലിന്റെ ചരിത്രങ്ങളിലേക്ക് അല്പകാര്യങ്ങളിൽ കൂടെ ഒന്ന് വരാം. നമ്മൾ കഴിഞ്ഞ ദിവസം സയോണിസം മൂവ്മെന്റ് എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഈ സയോണിസം മൂവ്മെന്റ് നടക്കുന്ന ചരിത്രവും ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും ഒക്കെ കഴിഞ്ഞു. ഒന്നും മനസ്സിലാക്കണം, ഓട്ടോമൻ ടർക്ക് എംപയറിന്റെ ഭരണം അവസാനിക്കുന്നത് ഫസ്റ്റ് വേൾഡ് വാറിനകത്തൂടെ കൂടിയാണ് അവസാനിക്കുന്നത്. 1500 തൊട്ടുള്ള ഓട്ടോമൻ ടർക്കിന്റെ അവസാനം വരുന്നത് 1917 ബ്രിട്ടൻ ഒന്നാമത്തെ ലോകമഹായുദ്ധത്തിൽ കൂടെ ഈ പാലസ്തീൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അന്ന് പാലസ്തീൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഇന്നത്തെ ഇസ്രയേൽ എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്ക് വന്നു. 1917 ബ്രിട്ടൻ വന്നതോടുകൂടെ ബ്രിട്ടന്റെ നിയന്ത്രണത്തിലായി ഈ സ്ഥലം മുഴുവനും. പക്ഷെ ഈ സ്ഥലത്തേക്ക് 1920 തൊട്ട് 1940 വരെ കൊണ്ട് 1917
അവിടെ പിടിക്കുമ്പോൾ, ബ്രിട്ടൻ ആ സ്ഥലത്തെ കോൺക്വർ ചെയ്യുമ്പോൾ ഏകദേശം 10,000-ത്തിലധികം പോലും ആൾക്കാരുണ്ടായിരുന്നെന്ന് തോന്നുന്നില്ല. 10,000-ത്തോളം ആൾക്കാർ. പക്ഷെ 1920 തൊട്ട് 40 വരെയുള്ള സമയം കൊണ്ട് 6.3 ലക്ഷം ആൾക്കാർ ഇസ്രയേലിലേക്ക് കുടിയേറി. അത് കുടിയേറാനുള്ളതിന്റെ കാരണം, പക്ഷേ 1917 ബ്രിട്ടൻ ജയിച്ചല്ലോ. ബ്രിട്ടൻ, അല്ലെങ്കിൽ ഒന്നാമത്തെ ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടൻ ഈ സ്ഥലത്തേക്ക് കയറിയതോടുകൂടെ ഇസ്രയേലിന് നേരെ പല സ്ഥലങ്ങളിൽ നിന്നും പ്രശ്നങ്ങൾ നടക്കാൻ തുടങ്ങി. അവർക്ക് സെക്കൻഡ് വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ജൂയിഷിന്റെ ഹോളോകോസ്റ്റ്, നാസികൾ തുടങ്ങുന്നതിന് മുമ്പ്, ഒന്നാമത്തെ ലോകമഹായുദ്ധത്തിന് മുമ്പ് തൊട്ട് തന്നെ ഇവർക്ക് നേരെ പ്രശ്നമുണ്ട്. രണ്ടാം ലോകമഹായുദ്ധമായതിന് കൂടി അപ്പൻ ഇവരുടെ ഹൃദയത്തിൽ ഭയങ്കര ഒരു ചിന്തയുണ്ടായി. ഞങ്ങൾക്കൊരു ഞങ്ങൾക്കൊരു ഭവനം, അല്ലെ ഞങ്ങളുടെ ദേശം, പിതാക്കന്മാരുടെ കല്ലറയുള്ള സ്ഥലം ഞങ്ങൾക്ക് തിരിച്ചു വേണം. ഇവര് മടങ്ങി വരവിന് തുടങ്ങി. അതിനകത്ത് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ കാറ്റ് ഇസ്രയേലിന് അനുകൂലമായി അടിക്കാൻ തുടങ്ങി. ഇസ്രയേലിനെ ശിക്ഷയ്ക്ക് വേണ്ടി ഒരിക്കലൊരു കാറ്റടിച്ചു, ഇവരെ കൊണ്ടുപോയി എല്ലാ ലോകരാജ്യങ്ങളിലേക്ക് ഇവരെ ചിതറിക്കുന്ന ഒരു കാറ്റായിരുന്നു. രണ്ടാമത്തെ ഒരു കാറ്റടിച്ചു, ദൈവം ഇവരെ കൊണ്ടുവരുന്ന ഒരു കാറ്റടിച്ചു. ഇവര് അസ്ഥി പോലെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച എസെക്കിയേൽ 37 ചിന്തിച്ചതുപോലെ, ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി, ഇവർക്ക് ജീവൻ വെക്കാൻ വേണ്ടി രണ്ടാമത്തെ ഒരു കാറ്റടിച്ചു പാസ്റ്ററെ. അതിനുശേഷം പക്ഷേ 1947 നമ്മൾ അതിന്റെ കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞതാ. 47 UN വോട്ടിംഗ് നടന്നു. 48 മെയ് മാസം 14 ഇസ്രയേലിനെ രാജ്യമാക്കി രാജ്യമാകുമ്പോൾ UN അവിടുന്ന് മാറി. UN പറഞ്ഞു, ഇനി നീ ദേശം നോക്കിക്കോളാൻ പറഞ്ഞു. UN പാർട്ടീഷൻ പ്ലാനുകളൊക്കെ കൊടുത്തിട്ട്, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു 55% ഇസ്രയേലിന് വേണ്ടിയും 44% ജൂയിഷ് സ്റ്റേറ്റ് ആയിട്ടും ഈ സ്ഥലത്തെ മാറ്റി. 44% ജൂയിഷ് സ്റ്റേറ്റ് ആയിട്ട് മാറ്റിയിട്ട് UN അവിടുന്ന് പിന്മാറി. UN പിന്മാറി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇസ്രയേലിന് നേരെ യുദ്ധം ഉണ്ടാകാൻ വേണ്ടി തുടങ്ങി. ഞാൻ ആ ഒരു കാര്യം ഒന്ന് കാണിച്ചോട്ടെ. ഇസ്രയേലിന് നേരെ യുദ്ധം ഉണ്ടാകാൻ വേണ്ടി തുടങ്ങി. ഇസ്രയേലിന് നേരെ യുദ്ധം ഉണ്ടായി. ഇസ്രയേലിന് നേരെ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് 5 രാജ്യങ്ങളാണ് ഒരുമിച്ച് ഇസ്രയേലിന് നേരെ യുദ്ധത്തിന് വരുന്നത്. ജനിച്ചു വീണ ഒരു കുഞ്ഞിന്റെ നേരെ 5 എസ്റ്റാബ്ലിഷ്ഡ് ആയ രാജ്യങ്ങൾ യുദ്ധത്തിന് വന്നു. ആ യുദ്ധം കഴിയുന്നത് 49 ആ യുദ്ധം കഴിയുന്നത്. 49 ആ യുദ്ധം കഴിയുന്നതിനോടകം 77% സ്ഥലം ഇസ്രയേൽ പിടിച്ചു. 77%. UN കൊടുത്തത് 55%. പക്ഷെ യുദ്ധം കഴിഞ്ഞതോടുകൂടി 77% ലാൻഡ് ഇസ്രയേലിനായി. പക്ഷെ ഈ യുദ്ധത്തിൽ 5 ഇസ്ലാമിക രാജ്യങ്ങളെ ഇസ്രയേൽ ജയിച്ചെന്ന് അറിഞ്ഞതോടുകൂടെ പക്ഷെ ലോകരാജ്യങ്ങളിൽ പലയിടത്തും മറ്റൊരു പ്രശ്നം നടക്കാൻ തുടങ്ങി. ആ പ്രശ്നം നടക്കുന്നത് എവിടെയൊക്കെ മുസ്ലിം രാജ്യങ്ങളിൽ യഹൂദനുണ്ടോ അവിടുന്നെല്ലാം പ്രശ്നങ്ങളുണ്ട്. 1900 എനിക്ക് തോന്നുന്നു 1920 തൊട്ട് 40 വരെയുള്ള കാലഘട്ടങ്ങളിൽ 6 ലക്ഷം ജൂ ഉണ്ടായിരുന്നെങ്കിൽ, ഈ 1948 യുദ്ധം കഴിയുന്നതോടുകൂടെ മുസ്ലിം മെജോറിറ്റി കൺട്രീസിൽ നിന്നുണ്ട് ഇതുപറ്റി അവിടുന്നുള്ള യഹൂദനെ മൊത്തം ഓടിച്ചു. യഹൂദന് പിന്നെ പോകാൻ സ്ഥലമില്ല. യഹൂദന് ഓൾറെഡി പലായനം ചെയ്തുകൊണ്ടിരിക്കുക. അവൻ വീണ്ടും ഇസ്രയേലിലേക്ക് മടങ്ങി വരാൻ തുടങ്ങി. അവന്റെ രാജ്യം കിട്ടി എന്നറിഞ്ഞപ്പോഴത്തേന് അവൻ മടങ്ങി വരാൻ വേണ്ടി തുടങ്ങി. പിന്നീട് നോക്കുമ്പോഴത്തേന് 3 മില്യൺ ആയെന്ന 30 ലക്ഷത്തോളം വരുന്ന ഇസ്രയേലിന്റെ ആൾക്കാർ ഈ യുദ്ധം കഴിഞ്ഞതോടെ ഭയങ്കരമായിട്ട് ഇസ്രയേലിലേക്ക് മടങ്ങി വരാൻ വേണ്ടി തുടങ്ങി. പക്ഷെ യുദ്ധത്തിന്റെ ചരിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴൊക്കെ യുദ്ധം നടന്നോ ആ സമയത്തൊക്കെ ഇസ്രയേലിന് അനുഗ്രഹം. ഞാൻ ഈ ഒരാഴ്ച മൊത്തം ഇരുന്ന് നമ്മുടെ ഈ ക്ലാസ്സുകൾ എടുക്കണമല്ലോ, പല കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുകയും സമയം കിട്ടുന്ന ആ സമയത്തൊക്കെ വായിക്കുകയും ചെയ്യുകയായിരുന്നു. പക്ഷെ ഒരു കാര്യം എനിക്ക് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ കൂടെ ഒന്ന് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കാം. ബൈബിളിനകത്ത് ചില വിഷയങ്ങൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ, ഈ ബൈബിളിൽ എത്ര ചാപ്റ്റേഴ്സ് ചിലതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് നോക്കിയാൽ അറിയാം ആ വിഷയത്തിന് ദൈവം എത്ര പ്രാധാന്യത കൊടുക്കുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഈ ടാബർനാക്കിൾ എന്നുള്ളൊരു വിഷയം ഞാൻ പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് പറയാറുണ്ട്, ടാബർനാക്കിൾ പഠിപ്പിക്കാൻ വേണ്ടി ദൈവവചനത്തിനകത്ത് ദൈവം 50 ചാപ്റ്റർ മാറ്റി വെച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ 46 ചാപ്റ്റേഴ്സും പുതിയ നിയമത്തിൽ 4 ചാപ്റ്ററുമായിട്ട് തന്റെ പുത്രനായ യേശു കർത്താവിനെ വരച്ചു കാട്ടാൻ ടാബർനാക്കിളിന് വേണ്ടി 50 ചാപ്റ്റർ ദൈവം മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ സകല പ്രപഞ്ചത്തിന്റെയും സൃഷ്ടിക്ക് അതിനെക്കുറിച്ച് വിശദീകരിക്കാനും അതിനെക്കുറിച്ച് വിവരിക്കാനും വേണ്ടി ബൈബിളിൽ മാറ്റി വെച്ചേക്കുന്ന വെറും 2 അധ്യായമേ ഉള്ളൂ. ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായം മാത്രമേ ഉള്ളൂ ആ സകല സൃഷ്ടിക്കും വേണ്ടി മാറ്റി വെച്ചേക്കുന്നത്. പക്ഷെ ടാബർനാക്കിളിന് വേണ്ടി 50 അധ്യായം മാറ്റി വെച്ചേക്കുക. അത്ര പ്രാധാന്യതയുണ്ട്. പക്ഷെ ഇതുപോലെ അടുത്ത പ്രാധാന്യതയുള്ള ഒരു വിഷയമാണ് ജേർണി എന്ന് പറഞ്ഞൊരു വിഷയം, യാത്രകൾ. തോറായുടെ ആദ്യത്തെ 5 പുസ്തകത്തിന്റെ തോറായുടെ 70% ജേർണിയാണ്. തോറായുടെ 70% ജേർണിയാണ്. ഇനിയും എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്നറിയാമോ? ഈ ജേർണിക്കകത്തെല്ലാം യുദ്ധം കിടപ്പുണ്ട്. എപ്പോഴൊക്കെ ഇസ്രയേലിനൊരു ബ്ലെസ്സിങ്, വാഗ്ദത്ത ദേശം ദൈവം കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകാം, ദൈവം പറഞ്ഞു ആ ദേശത്ത് പുതിയ നിയമത്തിൽ എഴുതിയേക്കുന്ന 7 ജാതികൾ ഉണ്ടായിരുന്നെന്ന. അത് 7 ജാതികൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ജാതികളാണ്. പക്ഷെ 7 ജാതികളല്ല. യോശുവയുടെ പുസ്തകത്തിൽ തന്നെ 31 രാജ്യങ്ങളുടെയും 31 രാജാക്കന്മാരുടെ പേര് യോശുവയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങിപ്പിടിച്ചാൽ നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകവും ചരിത്രങ്ങളും പഠിക്കുമ്പോൾ കാണാൻ 70 രാജാക്കന്മാരുടെ വിരൽ മുറിച്ച രാജാക്കന്മാരുണ്ടായിരുന്നു. അല്ലേ? ഒരു വിരൽ മുറിച്ച ചരിത്രമുണ്ട്. ഇനി അല്പം കൂടെ ഇറങ്ങി പഠിച്ചു കഴിഞ്ഞാൽ, ആർക്കിയോളജി കൂടെ ഇറങ്ങി പഠിച്ചു കഴിഞ്ഞാൽ അവിടെ കാണാം 165 ഡിഫറന്റ് ജാതികൾ ഉണ്ടായിരുന്നു കനാൻ ദേശത്ത്. നമ്മൾ ഷീനാർ എന്ന് പറയുന്നത് പോലെ ഈ ഒരു ദേശത്ത്, ഷീനാർ എന്ന് പറഞ്ഞ ദേശം ഇതിന്റെ ഒരു ഭാഗം പോലെ ആയിരുന്നു, ഇതിന്റെ ഒരു കോർണർ ആയിരുന്നു. ഈ ഒരു സ്ഥലത്ത് 165 ജാതികൾ ഈ ദേശത്തുണ്ടായിരുന്നു. ഇത്രയും ജാതികളെ ജയിച്ചാണ് ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശം ദൈവം കൊടുക്കുന്നത്. പക്ഷെ ഇതിനെല്ലാം ഇസ്രയേൽ യുദ്ധം ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ ഇസ്രയേലിന്റെ ദൈവമായ യഹോവ യുദ്ധം ചെയ്യുകയായിരുന്നു. അപ്പൊ യുദ്ധം എപ്പോഴും ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര അനുഗ്രഹമാണ്. ഇതിനകത്തൂടെ നമ്മൾ ദൈവമക്കളായ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഒരു വാക്യം പറഞ്ഞുകൊണ്ട് നമ്മൾ പലപ്പോഴും മടിയന്മാരാകാറുണ്ട്. എന്തുവാ ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധം യഹോവയ്ക്കുള്ളതാ എന്നുള്ള ഒറ്റ വാക്യം വെച്ചുകൊണ്ട് നമ്മള് യുദ്ധം യഹോവയ്ക്കുള്ളത്, അതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങാം. ഒരിക്കലുമില്ല. ബൈബിളിന്റെ ഒരു കാര്യം, ചിലയിടത്ത് ദൈവം യുദ്ധം ചെയ്യും, പക്ഷെ മറ്റ് ചിലയിടത്ത് ബൈബിള് തന്നെ പഠിപ്പിക്കുന്നുണ്ട് ദൈവം യുദ്ധം ചെയ്യത്തില്ല. ദൈവം യുദ്ധത്തിനായി നമ്മുടെ കൈകളെയും പോരിനായി നമ്മുടെ വിരലുകളെയും അഭ്യസിപ്പിക്കും. നമുക്കിന്ന് പുതിയ നിയമസഭയ്ക്ക് യുദ്ധമുള്ളത് ആത്മമണ്ഡലത്തിലുള്ള അന്ധകാര ശക്തികളോട്. നമുക്ക് ഒരു ജഡരക്തങ്ങളോട് യുദ്ധമില്ല. പക്ഷേ ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുക, ദൈവസഭകൾ യുദ്ധം ചെയ്ത് മാത്രമേ, ആത്മയുദ്ധത്തിൽ കൂടെ മാത്രമേ സഭയുടെ അതിരുകൾ വിശാലമാകത്തുള്ളൂ. കാരണം മനുഷ്യനെ പിടിച്ചു വച്ചിരിക്കുന്ന അന്ധകാര ശക്തികൾ അതിന്റെ കയ്യിൽ നിന്ന് ജനത്തെ, ആത്മാക്കളെ സ്വതന്ത്രമാക്കണമെങ്കിൽ, ഒരു കല്യാണത്തിന് ഇൻവിറ്റേഷൻ കൊടുക്കുന്ന പോലെ ഒരു വീട്ടിൽ കയറി ഇൻവിറ്റേഷൻ കൊടുത്താലൊന്നും ഒരു ആത്മാവ് സ്വതന്ത്രമാകത്തില്ല. അവിടെ ആ ദേശത്തിന് വേണ്ടി, ആ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഇടിവിൽ നിൽക്കുകയും അവരെ പിടിച്ചു വച്ചിരിക്കുന്ന അന്ധ ശക്തികളിൽ നിന്നുകൊണ്ട് ഒരു യുദ്ധത്താൽ മാത്രമേ ഒരു ജയമുള്ളൂ. ഇസ്രയേലിന്റെ യുദ്ധം നമ്മളെ ഇതാ പഠിപ്പിക്കുന്നത്. നമ്മൾ ഇസ്രയേലിന്റെ യുദ്ധത്തിന്റെ ചരിത്രങ്ങളിൽ കൂടെ നോക്കുമ്പോൾ നമ്മളെ കേൾക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനും ഉള്ള ഏറ്റവും വലിയൊരു ആത്മീക മെസ്സേജ് ഇതിനകത്തൂടെ ഉള്ള ഇതാ: നിങ്ങൾക്കൊരു വാക്തത്വമുണ്ടോ? നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. നിങ്ങൾക്കൊരു ദൈവത്തിന്റെ ഒരു പ്രോമിസ് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? നിങ്ങൾ അതിനെ പിടിച്ചെടുത്തേ പറ്റുമെന്ന് ഇസ്രയേലിന്റെ പഴയ നിയമത്തിൽ കൂടെയും പുതിയ നിയമത്തിൽ കൂടെയുമുള്ള വാക്കുകളിൽ കൂടെ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ പലരും ഏതോ ഡീപ്പ് യഥാർത്ഥത്തിലുള്ള ആംഗിളിലുള്ള ടീച്ചിങ് കൊടുക്കാതെ പലതും കാര്യങ്ങൾ കേട്ടതുകൊണ്ട് ആൾക്കാർ ഇന്ന് ദൈവം എല്ലാം കാൽവറി ക്രൂശിൽ ചെയ്തു, ഇനി എനിക്ക് ഒരു കാര്യവുമില്ല, ഞാൻ ഇനി ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇല്ല. ദൈവജനം ഉപവസിക്കണം, ദൈവജനം പ്രാർത്ഥിക്കണം,
ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് നമ്മൾ മുമ്പിലോട്ട് പോകണം. ആ ദൈവം തരുന്ന ഓരോ സമയത്ത് തരുന്ന ആലോചന അനുസരിച്ച് മുമ്പിലോട്ട് പോകണം. ഒരു ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവവൃത്തിനോട്, ഒരു പാസ്റ്ററോട് ചോദിച്ചാൽ അറിയാം ഒരു ആത്മാക്കൾ വിടുവിക്കപ്പെടണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണ്. ഓക്കെ, നമുക്ക് മടങ്ങി വരാം. ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട യുദ്ധങ്ങളിൽ കൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ചരിത്രങ്ങളിൽ കൂടെ മാത്രമല്ല, അല്ലെങ്കിൽ ചരിത്രങ്ങൾ കേൾക്കുക മാത്രമല്ല. 1948 ഇസ്രായേലിന്റെ യുദ്ധം നടന്നു. ആ വാറ് നിമിത്തം, ആ വാറ് കഴിയുന്നത് 49 മാർച്ച് മാസം 10-ാം തീയതിയാണ്. ആ യുദ്ധം കഴിയുന്നതോടുകൂടെ 77% ലാൻഡ് ഇസ്രായേലിന് കിട്ടി. ഇതിനുശേഷം പിന്നീട് നടക്കുന്നത് 1956 ഒരു സൂയസ് ക്രൈസിസ് എന്ന് പറഞ്ഞൊരു കാര്യം നടന്നു. കാരണം സൂയസ് കനാലിന്റെ നിയന്ത്രണം മൊത്തം ഈജിപ്തിനായിരുന്നു. ഈ ഈജിപ്റ്റ് ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ട ഇസ്രയേലിന്റെ പല സമയത്തുമുള്ള അവരുടെ വ്യാപാരത്തെയും അവരുടെ കാര്യങ്ങളെയും ബുദ്ധിമുട്ടാക്കിയ നിമിത്തം ഇസ്രയേലിന്റെ ഷിപ്പിനെയും അമേരിക്കൻ സപ്പോർട്ടോടുകൂടെ ആ ഷിപ്പുകളെ ആക്രമിച്ച നിമിത്തം ഇസ്രയേൽ ആ സ്ഥലത്ത് ഒരു കോൺഫ്ലിക്റ്റ് നടത്തി. ഒരു 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 പ്രശ്നം, അത് യുദ്ധമെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു റിറ്റാലിയേഷൻ എന്ന് പറയാം. ഇസ്രയേലിന്റെ ഒരു 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 സ്ട്രാറ്റജിക്കൽ മൂവ് നടത്തി. അവിടെയും ഇസ്രയേൽ ജയിച്ചു. ഇതെല്ലാം ഈജിപ്തിനെ ചൊടിപ്പിച്ചുകൊണ്ടിരുന്നു. ഈജിപ്തിനെ തന്നെയല്ല, മിഡിൽ ഈസ്റ്റിനെ മൊത്തം ചൊടിപ്പിച്ചുകൊണ്ടിരുന്നു. അടുത്ത മേജർ യുദ്ധങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുന്നത് 1967 നടക്കുന്ന യുദ്ധമാണ്. 1967 3 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, ഈജിപ്റ്റ്, ജോർഡാൻ, എനിക്ക് തോന്നുന്നു സിറിയ, ഈ 3 രാജ്യങ്ങൾ ഒരുമിച്ച് ഇസ്രയേലിനെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പം 1967 യുദ്ധത്തിന് ഒത്തിരി പ്രാധാന്യതയുണ്ട്. ഞാൻ അതിന്റെ അല്പ കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് പാസ്റ്ററിലേക്ക് തന്നെ മടങ്ങി വരാം. പാസ്റ്ററുടെയും കൂടെ കോൺട്രിബ്യൂഷൻ പാസ്റ്റർ ഇടുക. 1967 പാസ്റ്റർ ഇസ്രയേലിനെ സംബന്ധിച്ച് ഒരു മേജർ യുദ്ധമായിരുന്നു. കാരണം 1948 ഇസ്രയേലിന് ലാൻഡ് കൊടുത്തപ്പോൾ ജെറുസലേമിനെ കൊടുത്തിട്ടില്ല. ജെറുസലേമിനെ UN കൺട്രോളിൽ വെച്ചിരുന്നു. 56 ഈ ക്രൈസിസിലും എല്ലാം യെറുസലേമിന്റെ നിയന്ത്രണം എല്ലാം UN കയ്യിലാണ്. ഈ UN എന്ന് പറഞ്ഞാൽ ഇസ്രയേലിന്റെ, UN എന്നല്ല, ജെറുസലേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലിന്റെ ഒരു 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 ഹാർട്ടാണ്. അവർക്ക് ആ ദേശം അവരുടെ ഒരു വികാരമാണ്. യെറുസലേം എന്ന് പറഞ്ഞാൽ ബൈബിളിനകത്തും അതിന് ഒത്തിരി സ്ഥാനമുണ്ട്. യെരുശലേം എന്ന് പറഞ്ഞാൽ മഹാരാജാവിന്റെ നഗരം എന്നാണ്. അല്ലെങ്കിൽ ഇനിയും രാജാവായിട്ട് ഭരിക്കുമ്പോൾ ലോകത്തിന്റെ കേന്ദ്രമാകാൻ പോകുന്നത് യെരുശലേമാണ്. എത്ര തന്ത്രപരമായിട്ടാ യെരുശലേമിനെ ശത്രു തിരിച്ചത്. ഇന്ന് ശത്രു അതിന്റെ, അല്ലെങ്കിൽ നമ്മുടെ ടെമ്പിൾ മൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തിന് നേരെ ഇസ്രയേലിന് ആലയം പണിയാതിരിക്കാൻ വേണ്ടി എത്ര തന്ത്രപരമായിട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ സ്ഥലത്തെ ശത്രു ഒക്യുപ്പൈ ചെയ്തു. ഒട്ടോമാൻ ടർക്ക് നിമിത്തം ഈ സ്ഥലം ഒക്യുപ്പൈ ചെയ്തു. ഇന്ന് അവർക്ക് ഇസ്രയേലിന് ആ സ്ഥലം ഒരു പ്രോബ്ലത്തിൽ കിടക്കുക. അവർക്ക് ആ മൗണ്ടൻ കിട്ടാതെ, അല്ലെങ്കിൽ ആ സ്ഥലം കിട്ടാതെ, ആ സ്ഥലത്തിന് വിളിക്കുന്ന പേര് ഡൂം ഓഫ് റൂക്ക് അല്ലേ പാസ്റ്റേ? ഡോം ഓഫ് റൂക്ക് അല്ലേ, റോക്ക്. ആ സ്ഥലം കിട്ടാതെ ഇവർക്ക് ആലയം പണിയാൻ പറ്റത്തില്ല. ഈ സ്ഥലത്ത് ഇവർക്ക് കിട്ടിയിട്ടില്ല. 1967 കിട്ടിയിട്ടില്ല. 1967 ഇവർക്ക് ആ യുദ്ധം നടക്കുമ്പോൾ, ഞാൻ അതിന്റെ ഒരു ഡീറ്റെയിൽ ഉണ്ടായിരുന്നു. 67 യുദ്ധം നടക്കുമ്പോൾ ഇവന്റെ 67 യുദ്ധം നടക്കുമ്പോൾ 3-ാമത്തെ ദിവസം ജൂൺ 5 യുദ്ധം തുടങ്ങുന്നത്. അതിന്റെ 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് യെരുശലേമിനെ ഇസ്രയേലിന്റെ ആർമി IDF പിടിച്ചെടുത്തു. IDF പിടിച്ചെടുക്കുമ്പോൾ അവരുടെ ആ യുദ്ധത്തിന്റെ ഡോക്യുമെന്ററി പറയുന്ന ഇപ്രകാരമാണ്: യെരുശലേമിലൊക്കെ കയറാനുള്ള പ്രധാനപ്പെട്ട വാതിലിൽ ചെല്ലുമ്പോൾ ഇവർക്ക് ഗേറ്റ് കടക്കാൻ അവർക്ക് പറ്റുന്നില്ല. ആ ഗേറ്റ് ഓപ്പൺ ചെയ്യണം. ഇവർക്ക് ഗേറ്റ് ഓപ്പൺ ചെയ്യാനൊന്നും ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള കാര്യമല്ല. ഇവരുടെ ബോംബോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ തുറക്കാം. പക്ഷെ ഇവരെ ഗേറ്റിനടുക്ക ചെന്നു. കുറെ പട്ടാളക്കാർ ഗേറ്റിനടുക്ക ചെന്നു. ചെല്ലുമ്പോൾ ഇവരെങ്ങനെ ഈ ഗേറ്റിനകത്തേക്ക് കയറാം? അവിടെ യുദ്ധത്തിന്റെ ഒരു വെടി പൊട്ടരുത്, യെരുശലേമിൽ ഒരു 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 ഗൺ ഫയറിങ് നടക്കല്ലെന്നുള്ളതായിരുന്നു. കാരണം ഇവരുടെ വികാരം ആ സ്ഥലം, ഇവരുടെ ചിന്ത. പക്ഷേ ഇവരുടെ ഡോക്യുമെന്ററിയിൽ പറയുക, പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് ഒരു റബി വന്നു. അറബി വേഷം ധരിച്ച ഒരു റബിയാ താൻ. ഒരു റബിയുടെ വേഷമല്ല, താൻ അറബി വേഷം ധരിച്ചേക്കുന്ന ഒരാൾ വന്നു. അതേ യഹൂദനാണ്.
ഒരു റബി ആയിരുന്നു. ഇദ്ദേഹം അവിടെ വന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ പേര് ആ, ഗോരൻ എന്നായിരുന്നു. ഗോരൻ. നിങ്ങൾക്ക് ആ വേർഡ് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത്, ഗോരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ ഗോരൻ എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ചുള്ള തുടർന്നുള്ള ഡീറ്റെയിൽ പറയുന്നത്, ഗോരൻ എന്നുള്ള വേർഡിന്റെ അർത്ഥം ത്രഷിംഗ് ഫീൽഡ് എന്നാണ്. ത്രഷിംഗ് ഫീൽഡ്. പക്ഷെ ഈ എക്സാക്ട്ലി ഈ സ്ഥലത്തിന്റെ കീ ഈ മനുഷ്യന്റെ കയ്യിലായിരുന്നു. ഈ മനുഷ്യൻ വന്ന് ആ മെയിൻ ഗേറ്റ് തുറന്നു കൊടുത്തു. ഈ ത്രഷിംഗ് ഫീൽഡിലാ പണ്ട് ദാവീദ് പറഞ്ഞത്, ഞാൻ യഹോവയ്ക്ക് ഒരു ആലയം പണിയാൻ ഈ സ്ഥലം എനിക്ക് തരണമെന്ന് പറഞ്ഞ് ആ ജാതികളുടെ കയ്യിൽ നിന്ന് ദാവീദ് വിലയ്ക്ക് മേടിക്കുന്നത് ഈ സ്ഥലമാണ്. ഈ മനുഷ്യന്റെ പേര് ഹീബ്രു നെയിമിൽ അങ്ങനെ ഗോരൻ എന്ന ഈ മനുഷ്യന്റെ പേര്, ഗോരൻ എന്ന് വെച്ചാൽ ത്രഷിംഗ് ഫീൽഡ് എന്ന ഈ മനുഷ്യന്റെ പേര്. പക്ഷെ ആ മനുഷ്യന്റെ ആ മനുഷ്യന്റെ ജീവിതത്തിനകത്തൂടെ കിടക്കുന്ന ഒരു കാര്യം ഞാൻ യഹൂദന്മാരുടെ കൾച്ചറിൽ കൂടെ മനസ്സിലാക്കിയത്, ഈ മനുഷ്യൻ ജനിക്കുന്നത് 1917 ഈ മനുഷ്യൻ ജനിക്കുന്നത് 1917. ഈ യുദ്ധത്തിന് 1967 ഈ മനുഷ്യനാണ് ജൂൺ മാസം, എനിക്ക് തോന്നുന്നു 5-ാം തീയതിയോ ജൂൺ 2-ാം തീയതിയോ 5-ാം തീയതി യുദ്ധം തുടങ്ങുന്നത്. യുദ്ധം തുടങ്ങി 3 ദിവസം കഴിഞ്ഞപ്പം ഈ മനുഷ്യനെ ഗേറ്റ് തുറന്നു കൊടുക്കുന്നത് 1967. ഈ യഹൂദന്മാര് പറയാ ഈ മനുഷ്യൻ അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു അറിയാമോ? 50 വയസ്സ്. 50 വയസ്സ്. ഈ നമ്മുടെ യേശു കർത്താവിന്റെ ചരിത്രങ്ങളിൽ കൂടെ പഠിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് കാണാം. ഈ ഷിമയോൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കാണാം. ആലയത്തിൽ താമസിക്കുന്ന ഷിമയോൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കാണാം. ഹന്നായും ഷിമയോനും. ഷിമയോനോട് ദൈവം പറയുന്നുണ്ട്, നീ ഈ കന്യക ഗർഭിണിയായി ആ കുഞ്ഞിനെ കാണാതെ, യേശു കർത്താവിനെ കാണാതെ നീ മരണം ആസ്വദിക്കത്തില്ല, നീ മരിക്കത്തില്ല എന്ന് പറയുമ്പോൾ, ഈ ഷിമയോൻ യേശു കർത്താവിനെ കൊണ്ട് അമ്മ ദേവാലയത്തിൽ വരുമ്പോൾ ഈ ഷിമയോൻ വന്ന് കുഞ്ഞിനെ എടുത്തിട്ട് ദൈവത്തോട് സ്തോത്രം ചെയ്തിട്ട് പറയുന്ന ഒരു വേർഡുണ്ട്. ചില കാര്യങ്ങൾ ചിലരുടെ ലൈഫിൽ ദൈവത്തിന്റെ പർപ്പസ് എന്ന് പറയുന്ന പോലെ ഈ ഗോരൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ജീവിതത്തിൽ അദ്ദേഹമായിരുന്നു ഈ 1967 ഈ ഗേറ്റ് തുറന്നു കൊടുക്കുന്ന ഇദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു കീ. അങ്ങനെ 1967 ഇസ്രയേലിന്റെ ഫ്ലാഗ് ജെറുസലേമിൽ ഉയർത്തി. UN നിയന്ത്രണത്തിൽ ഇത്രയും നാൾ ഉണ്ടായിരുന്ന സ്ഥലം ഇപ്പോൾ യെരുഷലേമിനെ ഇസ്രയേലിന് കിട്ടി 1967. 1948 യുദ്ധം കഴിഞ്ഞപ്പം 77% ലാൻഡ് കിട്ടി. 1967 യുദ്ധം കഴിഞ്ഞപ്പോൾ യെരുഷലേം എന്ന് പറഞ്ഞ അവരുടെ വികാരമായ സ്ഥലം യെരുഷലേമിന് കിട്ടി. ഈ സമയത്തൊക്കെ പാസ്റ്റർ പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പാസ്റ്ററിലേക്ക് മടങ്ങി വരിക. പാസ്റ്റർ, ഇവർക്ക് യുദ്ധത്തിന്റെ ആയുധങ്ങളില്ലായിരുന്നു. ഇവരുടെ ഞാനാണെങ്കിൽ ചില രാത്രികളിൽ, ഇപ്പോഴല്ല ചില സമയങ്ങളിൽ എന്റെ കയ്യിലാണെങ്കിൽ ഇസ്രയേലിന്റെ യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ, എനിക്ക് തോന്നുന്നു ഒരു 3 മാസം കാണാനുള്ള വീഡിയോ ഉണ്ട്. അതുപോലെ ഇവരുടെ ഡോക്യുമെന്ററി എനിക്കൊന്ന് 10-30 ഡോക്യുമെന്ററി ഉണ്ട് ഇവരുടെ തുടക്കം തൊട്ടുള്ള. ഞാൻ എല്ലാ ദിവസങ്ങളിലും ഇത് കാണുകയായിരുന്നു ജോലി. ഈ സമയത്ത് ഇവരുടെ യുദ്ധത്തിന്റെ ഈ കാര്യങ്ങൾ, യുദ്ധത്തിൽ എങ്ങനെ ഇവർ ജയിച്ചതെന്ന് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ, പറയുന്ന കൂട്ടത്തിൽ, പക്ഷെ അതിനകത്ത് പറയുന്ന ഒരു വേർഡ്, ഇവർക്ക് വേണ്ട രീതിയിൽ യുദ്ധത്തിന് ആയുധമില്ലായിരുന്നു. ഇവരുടെ ഒരു പട്ടാളക്കാരൻ പറഞ്ഞ ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്, ഒരിക്കൽ യുദ്ധത്തിനകത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം ടാങ്കറിന്റെ ഉപയോഗിക്കുന്ന ടാങ്കർ എന്തോ ആ ഒരു ഫീൽഡിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ജോലി. ഇദ്ദേഹം യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് റേഡിയോയ്ക്ക് അകത്തൂടെ ഇവരുടെ കമാൻഡർ ആരാണ്ട് ചോദിച്ചു, ഇനി എത്ര ടാങ്കറുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കണക്ക് പറയുന്നത് തെറ്റിച്ചാ പറയുന്നത്. ഒരു ഭയങ്കര കണക്ക് പറഞ്ഞു, നമുക്കിനി ഇത്രയും ടാങ്കറുകളും ഉണ്ട്. യഥാർത്ഥത്തിൽ സത്യത്തിൽ അവർക്ക് 5 പാറ്റൻ ടാങ്കേ ഉള്ളായിരുന്നു. 5 പാറ്റൻ ടാങ്ക്. പക്ഷേ അദ്ദേഹം പറയുന്നു നമ്മുടെ കയ്യിൽ ഇനി 100 കണക്കിന് ടാങ്കറുകൾ നമ്മുടെ റെഡിയാണെന്ന്. എന്തിനാ അദ്ദേഹം പറഞ്ഞതെന്ന് പറയുന്ന ഇപ്രകാരമാ, നമ്മുടെ റേഡിയോ ഫ്രീക്വൻസി, വയർലെസ് സെറ്റിൽ കൂടെയുള്ള ഫ്രീക്വൻസി ആരെങ്കിലും ശത്രു ചോർത്തിയിട്ട് അവർ ഈ വാക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ഭീതി വരട്ടെ എന്നോർത്തോണ്ടാണ്. അവന് പറയാ, ഞങ്ങളുടെ കയ്യിൽ ടാങ്കറുകൾ ഇല്ലായിരുന്നു. പക്ഷേ ഈ 5 ടാങ്കറുകളോ അത്രയും ടാങ്കറുകൾ കൊണ്ട് ആണ് 100 കണക്കിന് ശത്രുവിന്റെ ടാങ്കറുകളെ അടിച്ചു തകർക്കുന്നത്. പക്ഷെ ഈ യുദ്ധത്തിനൊക്കെ വിളിക്കാൻ പറ്റുന്ന പേര് ഒരു നാച്ചുറൽ വാർ എന്ന് ഒരിക്കലും വിളിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ സൂപ്പർ നാച്ചുറൽ ദൈവത്തിന്റെ വിസ്റ്റമായിരുന്നു ഇസ്രയേലിന്റെ മേൽ വ്യാപരിച്ചത്. ഈ 5 യുദ്ധത്തിന്റെ ഉപകരണം കൊണ്ടൊക്കെ, വിരളയിൽ എണ്ണാൻ പറ്റുന്ന യുദ്ധത്തിന്റെ ഉപകരണം കൊണ്ടൊക്കെ ഇസ്രയേൽ വലിയ രാജ്യങ്ങളെ, അതും ഒരു രാജ്യമാണോ,
2ഉം 3ഉം 5ഉം രാജ്യങ്ങളൊക്കെ ഒരുമിച്ച് വന്നപ്പോൾ പല ഏറിയകളിൽ, ഒന്ന് സീനായി പെൻസുലയിൽ ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്യണം, ജോർദാന്റെ അടുക്കൽ ജോർദാൻ റിവറിന്റെ അടുക്കൽ നിന്നുകൊണ്ട് അങ്ങോട്ട് ജോർദാന് നേരെ യുദ്ധം ചെയ്യണം. മേളിൽ നോക്കിയാൽ ലെബാനോൺ മൗണ്ടനിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഗോലൻ ഹൈറ്റ്സിൽ നിന്നുകൊണ്ട്, മൗണ്ടനിൽ നിന്നുകൊണ്ട് അടുത്ത രാജ്യത്തോട് യുദ്ധം ചെയ്യണം, ലെബാനോനെതിരെ, സിറിയക്കെതിരെ യുദ്ധം ചെയ്യണം. ഈ രാജ്യങ്ങളോടൊക്കെ യുദ്ധം ചെയ്യാൻ ഒക്കെ സമയം 4 വശത്തുനിന്നും പ്രോബ്ലം വന്നു. ഞാൻ ആ വാക്കുകൊണ്ടൊന്ന് പറഞ്ഞോട്ടെ. ഇസ്രയേലിന്റെ യുദ്ധം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മുടെ ലൈഫിലും ചില പ്രശ്നങ്ങളെ ദൈവം അനുവദിക്കുന്നതാണ്. കാരണം നീ യുദ്ധത്തിൽ കൂടെ മാത്രമേ നിനക്ക് അതിനകത്ത് ജയമുള്ളൂ. ബൈബിളിൽ എന്തും കൊണ്ടാ യുദ്ധത്തിൽ കൂടെയാണ് വാഗ്ദത്ത ദേശം പിടിച്ചെടുക്കാൻ ദൈവം പറഞ്ഞത് എന്നുള്ളതിന്റെ അകത്തൂടെ നമ്മൾ പഠിച്ചാൽ, ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളുടെ ലൈഫിലും ആത്മയുദ്ധത്തിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് ദേശത്ത് വളരാൻ പറ്റത്തുള്ളൂ, വർദ്ധിക്കാൻ പറ്റത്തുള്ളൂ. 2023 അല്ലെങ്കിൽ 1973 യുദ്ധത്തിലേക്ക് വരുന്നതിന് മുമ്പേ മിനിബാസ് ചില കാര്യങ്ങൾ ഒന്ന് ആഡ് ചെയ്യുവാൻ വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാം. 1948 യുദ്ധം, 56 യുദ്ധം, 56 യുദ്ധം എന്ന് പറയാൻ പറ്റത്തില്ല, ഇനി പറഞ്ഞേക്കുന്ന പേര് സൂയസ് ക്രൈസിസ് എന്നാണ്. ഇസ്രയേലും പാലസ്തീനും കൂടെ, ഇസ്രയേലും ഈജിപ്തും കൂടെ സൂയസ് കനാലിന് വേണ്ടി ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ ഇതേ 1967 എത്തിയപ്പോഴത്തേന് സൂയസ് കനാൽ എല്ലാം പിടിച്ചെടുത്തവർ. 67 യുദ്ധത്തിൽ സൂയസ് കനാൽ പിടിച്ചെടുത്തു. ഇസ്രയേൽ ഒത്തിരി സ്ഥലങ്ങൾ, ലെബാനോന്റെ സ്ഥലങ്ങൾ പിടിച്ചെടുത്തു. പല സ്ഥലങ്ങളും ഇസ്രയേൽ പിടിച്ചെടുത്തു. പക്ഷെ 73 യുദ്ധം വരുമ്പോഴാണ് അടുത്തൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് നടക്കുന്നത്. പക്ഷേ പാസ്റ്റർ എന്ത് പറയുന്നു? ഇസ്രയേലിന്റെ യുദ്ധങ്ങളെല്ലാം ഇസ്രയേലിന്റെ അനുഗ്രഹമായിരുന്നു. ബൈബിൾ പറയുന്നു വാഗ്ദത്ത ദേശം യുദ്ധത്തിൽ പിടിച്ചെടുക്കാൻ ദൈവം ഈസി ആയിട്ട് കൊടുക്കല്ലായിരുന്നു, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കല്ലായിരുന്നു, യുദ്ധത്തിൽ പിടിച്ചെടുക്കാൻ പറയുന്നു. അടിമകളെ കൊണ്ടുപോയി 165 ജാതികൾക്ക് നേരെ യുദ്ധം ചെയ്യിപ്പിച്ചു. തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തിയാൽ പാസ്റ്ററുടെ അഭിപ്രായം എന്തോ? പാസ്റ്ററെ, നമ്മൾ ഈ പിന്നെ ഇസ്രായേലിലെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാലേ വേദപുസ്തകത്തിന്റെ ദൈവനിശ്വാസ്യത, ദൈവം ഉണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് ഇസ്രായേലിലെ ചരിത്രം. ഇതൊന്നും കോയിൻസിഡൻസ് അല്ല പാസ്റ്ററെ, സാഹചര്യവശാൽ സംഭവിക്കുന്നതല്ല. കാരണം ഒരു ജനതയ്ക്കും അങ്ങനെ പറ്റത്തില്ല. പഴയ നിയമകാലത്തെ യുദ്ധങ്ങൾ, ഇപ്പം പാസ്റ്റർ പറഞ്ഞല്ലോ, ആയുധങ്ങളില്ലാത്ത ജനതയായിരുന്നു ഇവർ രാഷ്ട്രം സ്ഥാപിക്കുമ്പോൾ ഇവരുടെ കയ്യിൽ ടാങ്കുകളോ ഒന്നുമില്ല. വളരെ സൂക്ഷിച്ച സൈന്യത്തെ കൊണ്ടാണ് ഇവർ ലോകരാജ്യങ്ങളെ മുഴുവൻ നേരിട്ടത്. യോനാഥാൻ്റെ ഒരു കഥയുണ്ട് വേദപുസ്തകത്തിൽ, ശമൂവേലിൻ്റെ പുസ്തകത്തിൽ. ഫിലിസ്തീനുമായിട്ട് യുദ്ധത്തിന് പോകുമ്പോൾ ഇസ്രായേലിൽ ആകെപ്പാടെ വാളുള്ളത് 2 പേരുടെ കയ്യിലാണ്, ശൗലിൻ്റെ കയ്യിലും യോനാഥാൻ്റെ കയ്യിലും. എങ്ങനെയാണ് യുദ്ധം ചെയ്യിക്കുന്നത്? ഫിലിസ്തീനാണ് ആയുധങ്ങൾ ഉണ്ടാക്കുന്നത്, കൊല്ലന്മാരെല്ലാം ഫിലിസ്തീനയുടെ നാട്ടിലാണ്. അപ്പോൾ ആ ഫിലിസ്തീൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഇനിയും ഇസ്രായേലിൻ്റെ ആളുകൾ വന്നാൽ വാളുണ്ടാക്കി കൊടുക്കരുത്. കാരണം ഫിലിസ്തീൻ കൊല്ലന്മാർ മുഴുവൻ, ഫിലിസ്തീൻ ദേശത്ത് എന്തെങ്കിലും മാത്രമേ ഇവർക്ക് വാളുണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇസ്രായേലി കൊല്ലന്മാരില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നോക്കി, 1 ശമൂവേൽ 14-ാം അധ്യായം പാടുന്ന എൻ്റെ ഓർമ്മ അല്ലേ. അപ്പം നമ്മളിപ്പോൾ ഈ അടുത്ത സമയത്ത് കേൾക്കുന്ന പദമാണ് ഉപരോധം. അതായത് വലിയ വലിയ ചില രാജ്യങ്ങളെ ഉപരോധിക്കും, ഇവർക്ക് ആയുധം കൊടുക്കരുത്, ഇവർക്ക് പ്രത്യേകിച്ചും ആണവ ആയുധങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന പിന്നെ റേഡിയോ ആക്റ്റീവായിട്ടുള്ള മെറ്റീരിയൽസ് കൊടുക്കല്, അങ്ങനെയുള്ള ഉപരോധങ്ങളുണ്ടല്ലോ. ലോക ചരിത്രത്തിൽ ഇന്നൊന്നും അല്ല ഉപരോധം തുടങ്ങിയത്. ആദ്യമായിട്ട് ഇസ്രായേലിനെ ഉപരോധിച്ചത് ഫിലിസ്തീനാണ്. 1 ശമൂവേൽ 14 പാസ്റ്റർ, അത് ഫിലിസ്തീനാണ് ഉപരോധിച്ചത്. അതായത് ഇനി ഇവർക്ക് ആയുധം ഉണ്ടാക്കല്ലേ. പിന്നെ കാർഷിക ആയുധങ്ങൾ, അതായത് മമ്മട്ടിക്കും തൂമ്പായ്ക്കും ഒക്കെ മൂർച്ച കൂട്ടാൻ ചെന്നാൽ ഈ കൊല്ലന്മാർ ചെയ്തു കൊടുക്കും. കാരണം ശത്രുവിനറിയാം ഇവൻ ഇസ്രായേലിന് ആയുധം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ ആക്രമിക്കും, ഫിലിസ്തീർക്കെതിരെ അത് ഉപയോഗിക്കും. നമുക്കറിയാമല്ലോ, ദാവീദ് തന്നെ ഉപയോഗിച്ചത് ഫിലിസ്തീൻ്റെ വാളാ, പിന്നീടുള്ള ചരിത്രമാണ് കേട്ടോ. കാരണം ഫിലിസ്തീൻ്റെ വാളെന്ന് പറഞ്ഞാൽ അവർ വാളുണ്ടാക്കുന്നവരാണ്, അവർക്കറിയാം എങ്ങനെയാണ് നല്ല വാളുണ്ടാക്കേണ്ടതെന്ന് അറിയാം. അവിടെയാണ് നമ്മൾ ആ ചരിത്രത്തിൽ കാണുന്നത്, യോനാഥാൻ എന്ന് പറയുന്ന ഒറ്റ മനുഷ്യൻ കയറിപ്പോയിട്ട് യുദ്ധം ചെയ്യുക. അവൻ്റെ കയ്യിലെ വാളുള്ളൂ, ആകെപ്പാട് 2 വാളെ ശൗലിൻ്റെയും യോനാഥാൻ്റെയും കയ്യിൽ ആ ദേശത്തുള്ളൂ. അവിടെയാണ് യോനാഥാൻ കയറി ചെന്നിട്ട്
ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുന്നത്. ദൈവത്തോട് ഒരു അടയാളമൊക്കെ ചോദിച്ചു, അടയാളമൊക്കെ സംഭവിച്ചു. എപ്പോഴും ഇസ്രായേലിലെ ചരിത്രം ഇങ്ങനെ ഉള്ള ഒരു വാളിനെ ദൈവം എന്തു ചെയ്യും? ഒരുവൻ 1000-ത്തെയും 10,000-ത്തെയും ഓടിക്കുമെന്ന് പറഞ്ഞ പോലെ അങ്ങ് ഉപയോഗിക്കും. ആ വാളിൻ്റെ എണ്ണത്തിൻ്റെ കൂടുതൽ കൊണ്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ ബലമാണത്. ശൗലിൻ്റെ വാളെടുത്തുകൊണ്ടാണ് ദാവീദിനോട് പോകാൻ പറഞ്ഞത്. ദാവീദ് പറഞ്ഞു എനിക്കത് വേണ്ടാന്ന് പറഞ്ഞു. ഒരു കവണയ്ക്കകത്ത് വെക്കുന്ന കല്ലിന് പോലും കൃത്യതയുണ്ട് അവർക്ക്. ഒരു കവണയ്ക്കകത്ത് വെക്കുന്ന കല്ലിന് പോലും കൃത്യതയുണ്ട്. കാരണം ആ കല്ലിനെ ലക്ഷ്യത്തിലെത്തിക്കുന്നത് ദൈവമാണെന്നുള്ള അവരുടെ ഒരു വിശ്വാസം. അത് ഇസ്രായേലിൻ്റെ യുദ്ധചരിത്രത്തിൽ എന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. റീസെൻ്റ് ചരിത്രങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോലുള്ളവർക്ക് വേദപുസ്തകം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ഈ അനുഭവങ്ങൾ കാണുമ്പോൾ നമ്മുടെ അകത്ത് അത്ഭുതം, അതിശയം വർദ്ധിക്കുകയാണ്. ദൈവപ്രവൃത്തിയെക്കുറിച്ച്, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പിന്നെയും നമ്മൾ തിരിച്ചറിയുകയാണ്. പാസ്റ്റർ ഇടയ്ക്കൊരു പദം പറഞ്ഞു, ഒരു കുഞ്ഞായിട്ട് ഇപ്പം ജനിച്ചൊരു കുഞ്ഞായ രാജ്യത്തെ ആക്രമിച്ചെന്ന്. ആ പദം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന വാക്യം യെശയ്യാവിൻ്റെ പുസ്തകം 66-ാം അധ്യായത്തിൽ പറയുന്ന വാക്യമാണ്. 7-ാമത്തെ വാക്യം പറയുന്നത്, നോവ് കിട്ടും മുമ്പേ അവൾ പ്രസവിച്ചു, വേദന വരും മുമ്പേ അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഈ വക ആർ കേട്ടിട്ടുള്ളൂ, ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ. ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ? സിയോനോ നോവ് കിട്ടിയ ഉടനെ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് ഒരു ദേശം ജനിച്ചു. ഒരു കൊച്ചു കുഞ്ഞിനെപ്പോലെ ഇസ്രായേൽ എന്ന രാഷ്ട്രം ഒറ്റ ദിവസം കൊണ്ട് ജനിച്ചു. അങ്ങനെ സംഭവിക്കുമോ എന്ന് അതിശയത്തോടുകൂടെ യെശയ്യാവ് ചോദിക്കുകയാണ്. യെശയ്യാവിൻ്റെ പ്രവചനത്തിൻ്റെ അവസാനത്തെ അധ്യായമാണ്. അപ്പോൾ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ സ്ഥാപനം ഒറ്റ രാത്രി കൊണ്ട് ഒരു ദേശം ജനിച്ചു വീണ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പക്ഷേ എനിക്കൊന്ന് ഈ വാക്യങ്ങളെ വെളിപ്പാട് പുസ്തകം 12-ലെ ഒരു ആൺകുട്ടിയെ പ്രസവിച്ച ആ സ്ത്രീയുമായിട്ട് നമുക്ക് ചേർത്ത് പഠിപ്പിക്കാം. അതിനെക്കുറിച്ച് ഒത്തിരി ആളുകൾ പല രീതിയിൽ പഠിപ്പിക്കാറുണ്ട്. ആരാണ് ആ സ്ത്രീ? വെളിപ്പാട് 12-ലെ ആ സ്ത്രീ, ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീ ആരാണ്? ഒരു സംശയമല്ല, അത് ഇസ്രായേലാണ്. ആ സ്ത്രീ ഇസ്രായേലാണ്. പല രീതിയിൽ പഠിപ്പിക്കുന്നവരുണ്ട്. കാരണം ആ സ്ത്രീ ഇസ്രായേലാണെന്നുള്ള തെളിവ് സൂര്യനെ ചന്ദ്രനെ അണിഞ്ഞ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ, 12 നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലാണ്. സൂര്യനും ചന്ദ്രനും 12 നക്ഷത്രങ്ങൾ ഇസ്രായേലാണ്. തെളിവ് എവിടെ? അതിന്റെ തെളിവാണ് യോസഫിന്റെ സ്വപ്നം. യോസഫിന്റെ സ്വപ്നത്തിൻ്റെ അകത്ത് യോസഫ് കാണുന്നത് സൂര്യനും ചന്ദ്രനും 12 നക്ഷത്രങ്ങളും എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അപ്പൊ ആ ഇസ്രായേൽ നിന്നുണ്ടാകുന്ന ആൺകുട്ടി ആരാണെന്നുള്ള ചർച്ച അവിടെ നിൽക്കട്ടെ. പക്ഷെ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഈ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെയാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു മഹാസർപ്പം ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. ചുരുക്കി പറഞ്ഞ ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. അത് ചരിത്രത്തിൽ എന്നും അങ്ങനെയാണ്. ഈ പറഞ്ഞ ഇസ്രായേൽ എന്ന രാഷ്ട്രം ജനിച്ചു വീണു, ഒരു കുഞ്ഞിനെ പോലെ ജനിച്ചു വീണു. ജനിച്ചു വീണ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ മേലൊരു ആക്രമണം ഉണ്ടാകുന്നു. അടുത്ത ദിവസം കൊച്ചു കുഞ്ഞാ, പാസ്റ്റർ പറഞ്ഞാൽ കൊച്ചു കുഞ്ഞായിട്ട് ജനിച്ചു വീഴുന്ന ഈ കുഞ്ഞിൻ്റെ മേൽ ഒരു ആക്രമണം ഉണ്ടാകുന്നു. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ മേൽ ഒരു ആക്രമണം ഉണ്ടാകുന്നു. എന്നാൽ 12-ാം വാക്യത്തിൽ പറയുന്നൊരു കാര്യം പാസ്റ്ററെ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് കുടിപ്പാൻ വേണ്ടി ഞാൻ അവൾക്ക് നദി പോലെ സമാധാനവും കവിഞ്ഞൊഴുകുന്ന തോടുപോലെ ജാതികളുടെ മഹത്വവും നീട്ടിക്കൊടുക്കും. നിങ്ങളെ പാർശ്വത്തിൽ എടുത്തുകൊണ്ട് നടക്കുകയും മുഴങ്കാലിന്മേൽ ഇരുത്തി ലാളിക്കുകയും ചെയ്യും. അധികം താമസിക്കാതെ ഈ പ്രോമിസ് ഇസ്രായേലിന് വേണ്ടി നിവർത്തിക്കപ്പെടും. നദി പോലെ സമാധാനം അവർക്ക് വേണ്ടി ഒരുക്കപ്പെടും. നദി പോലെ സമാധാനം എന്ന് പറയുമ്പോൾ യുദ്ധമില്ലെന്നല്ലേ അർത്ഥം. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, ഞാൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ ചുട്ട് ഭൂമിയുടെ അറ്റം മുതൽ അറ്റം വരെ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യുദ്ധങ്ങളില്ലാത്തൊരു കാലഘട്ടം ഇസ്രായേലിന് ഉണ്ടാകുന്നുണ്ട്. പാസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. യെസ് പാസ്റ്ററെ. പാസ്റ്റർ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു ദിവസം കൊണ്ട് ഇസ്രായേൽ ജനിച്ചു വന്നു. ഇസ്രായേലിന്റെ തുടക്കം തന്നെ
430 സംവത്സരത്തെ അടിമത്തം കഴിഞ്ഞ് ഒറ്റ രാത്രിയും കൊണ്ടല്ലേ ദൈവം അവരെ സമ്പന്നരാക്കി തീർത്തത്. ഒറ്റ രാത്രിയും കൊണ്ടല്ലേ ആട്ടുകൊറ്റന്റെ രക്തത്തിനകത്തൂടെയുള്ള ഉടമ്പടി അല്ലെങ്കിൽ പെസക ചെയ്ത് കഴിഞ്ഞ് അവരെ പുറത്തിറക്കിയത്. ദൈവവചനം എന്ത് ആക്യുറേറ്റ് ആണ്. കർത്താവ് ചിലത് സ്വർഗത്തിൽ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത് ഇസ്രയേലിൽ കൂടെ റിഫ്ലക്ട് ചെയ്യുക. ഇതേ കാര്യം നമ്മൾ മനസ്സിലായി. പാസ്റ്റർ, ഞാൻ ഒന്ന് ആഡ് ചെയ്തോട്ടെ, ഒന്ന് സിംബോളിക്കായിട്ട്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജനം ചെങ്കടലിന്റെ ഇപ്പുറത്ത് നിൽക്കുന്നിടം വരെ ഫറവോൻ അവരുടെ പേരിൽ അവകാശമുണ്ട്, തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക. പക്ഷേ ചെങ്കടൽ പിളർന്ന് ആ ജനത അങ്ങേ കരയിൽ കയറിക്കഴിയുമ്പോൾ ശരിക്കും ഒരു ഗർഭദ്വാരത്തിലൂടെ ഒരു ശിശു പുറത്തു വന്ന ഒരു രാഷ്ട്രം പിറന്നു വീഴുന്ന പോലെ. അതുകൊണ്ടാണ് ചെങ്കടലിനെ സ്നാനവുമായിട്ട് ഉപമിക്കുന്നത്. ചെങ്കടൽ കടന്നു കഴിയുമ്പോൾ, അതായത് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ, അവിടെ ഒരു റോമാലേഖനം 6-ാം അധ്യായം അനുസരിച്ച് ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് ന്യൂനെസ് ഓഫ് ലൈഫ് ഒരു പുതിയ വ്യക്തിത്വമായി ജനിക്കുകയാണ്. ശരിക്കും ചെങ്കടൽ കടന്ന് ഒരു ജനത ജനിച്ചു വീഴുകയാണ്, മരുഭൂമിയിലേക്ക് ഒരു ജനത ജനിച്ചു വീഴുകയാണ്. അല്പം അത് സിംബോളിസമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പാസ്റ്റർ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു തീം, ഒരാശയം പങ്കുവെച്ചെന്ന് മാത്രം. പാസ്റ്റർ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ അതെ, വാക്ക് പറയുന്നുണ്ട്, ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാള് നീ കാണത്തില്ലെന്ന് പുറപ്പാട് 14 പറയുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിന്റെ മേലെ എന്നും നോക്കിക്കഴിഞ്ഞാൽ ഈജിപ്തിൽ നിന്നുകൊണ്ട് ഇറങ്ങി അവരെ ഒറ്റ ദിവസം കൊണ്ട് ദൈവം വെൽത്തിയസ്റ്റ് കൺട്രി ആക്കി. ഒറ്റ ദിവസം കൊണ്ട് ദൈവം അവരെ പുറത്തിറക്കി. ഇതുപോലെ തന്നെയാ 1948 ഒറ്റ ദിവസം കൊണ്ട് അവർ രാജ്യമായി തീർന്നു. പക്ഷെ എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം ചെയ്യുന്നത്. ഇനി ഇപ്പൊ ഭാഷ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലെ വാക്യം, ആ ശത്രു ഇവർക്കെതിരെ വരുന്നത്, സർപ്പ ഇവൾക്ക് ജനിച്ച കുഞ്ഞിന് നേരെ, സ്ത്രീ പ്രസവിച്ച കുഞ്ഞിന് നേരെ വരുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി ഒരു തുണ ഒരുക്കുന്നത്. ഇനി ഇതേ പ്രവചന പുസ്തകത്തിലുമുണ്ട്. നമ്മുടെ പഴയ നിയമത്തിനകത്ത് പ്രവചന പുസ്തകത്തിലും പറയുന്ന വാക്കുകളുണ്ട്. ദൈവത്തിന്റെ വചനത്തിനകത്തൂടെ ദൈവം സ്വർഗത്തിൽ ചിലത് നിശ്ചയിച്ചു വെച്ചിരിക്കുന്നതാണ്. അതാണ് ഇത് ഓരോ കാര്യങ്ങളെ സംഭവിക്കുന്നത്. പക്ഷേ ഇസ്രയേലിന്റെ ഈ യുദ്ധങ്ങളെ കുറിച്ചും ഒക്കെ പഠിച്ച പാസ്റ്റർ പറഞ്ഞു, അവരുടെ കൈകളിൽ ഒന്നുമില്ലാതിരിക്കെ, യോനാഥാന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഒന്നുമില്ലാതിരിക്കെ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തെന്ന്. പക്ഷേ ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല, ന്യായവിസ്താരത്തിങ്കൽ നിനക്ക് വിരുദ്ധമായി എഴുന്നേറ്റ എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. എനിക്ക് തോന്നുന്നു യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് 54-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളാണ് വസ്ത്ര എന്റെ മനസ്സിൽ പറയാൻ വന്നൊരു ഭാഗമാണത്. അതായത് അതും സെക്കരിയാവിന്റെ പുസ്തകത്തിൽ ഒരു വചനമുണ്ട് വസ്ത്രേ. സെക്കരിയാവിന്റെ പുസ്തകത്തിൽ പറയുന്നത്, ഞാൻ കൊല്ലനെ സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മൾ മുമ്പ് കൊല്ലന്മാരുടെ കാര്യമാണ് പറഞ്ഞത്. ഇസ്രയേലിന് എതിരായിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കാൻ ഫെലിസ്തീയ കൊല്ലന്മാരുണ്ട്. ഇസ്രയേലിന് കൊല്ലന്മാരില്ലായിരുന്നു ആയുധങ്ങൾ നിർമ്മിക്കാൻ. അപ്പോൾ കൊല്ലൻ എപ്പോഴും ആയുധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിന് എതിരായിട്ടാണ്. പക്ഷെ സെക്കരിയ 1-ാം അധ്യായത്തിൽ പറയുന്നത്, ഞാൻ കൊല്ലന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ഈ എതിരായിട്ട് ഉയർന്നു വരുന്ന കൊമ്പുകളെ പൊളിച്ചു കളവാൻ, വീഴ്ത്തിക്കളവാൻ ഞാൻ കൊല്ലന്മാരെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. അപ്പം ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം ഇസ്രയേലിന് ആയുധങ്ങളില്ലെങ്കിൽ ഇപ്പം ദൈവം ഇസ്രയേലിന് കൊല്ലന്മാരെ സൃഷ്ടിച്ചു കൊടുത്തിരിക്കുകയാണ്. ശരിക്കും ലിറ്ററലി അതാണ് ചരിത്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവരുടെ ഉള്ള പോലെ ആയുധം ആരുടെ കയ്യിലും ഇല്ല. പക്ഷെ ഒരു കാര്യം കൂടെ അത് എൻ്റെ ഓർമ്മ വന്നൊരു കാര്യമാണ്. ഈ ഫിയർ എന്ന് പറഞ്ഞ വലിയൊരു ഫാക്ടറാണ് പാസ്റ്ററെ. ഫിയർ ഞാനിപ്പം നമുക്ക് ചുറ്റും നോക്കിയാൽ ഈ ഹമാസിന്റെ ആണെങ്കിലും ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ ഇവരെ ആക്രമിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ശക്തമായിട്ട് ഒരു ഫിയർ ഫാക്ടറാണ് വർക്ക് ചെയ്യുന്നത്. കണ്ടിട്ടില്ല, ഇവരൊക്കെ ഒളിവിടങ്ങളിൽ പോയി, ബങ്കറുകളിൽ പോയി പാത്തിരിക്കുക. ഈ ഇസ്രായേലിനെ എതിർക്കുന്ന രാഷ്ട്രങ്ങളൊക്കെ ബങ്കറുകളിൽ പോയി പാത്തിരിക്കുകയാണ്, ഒളിച്ചിരിക്കുകയാണ്. പക്ഷേ ഇസ്രായേൽ ഭയങ്കര ബോൾഡായിട്ട് നിൽക്കുക. ഈ പറഞ്ഞ 5 പാറ്റൻ ടാങ്കി ഉണ്ടെങ്കിലും 500 ഉണ്ടെന്നുള്ള രീതിയിൽ അവർ നിൽക്കുന്നത്. ഈ രാഹാബ് എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ, ഇസ്രായേലിന്റെ ചരിത്രത്തിൽ പറയുന്ന ഒരു കമന്റ് ഉണ്ട്, വേദപുസ്തകത്തിലെ വചനമാണ്. ആ കമന്റ് ഇങ്ങനെയാണ്: നിങ്ങളുടെ നിമിത്തം ദേശം ഉരുകിപ്പോയി. ശരിക്കും
യെരിഹോ മതിൽ വീഴുന്നതിന് മുമ്പ് യെരിഹോവിലെ മല്ലന്മാർ, അനാക്യ മല്ലന്മാർ, അവർ ഉരുകി നിൽക്കുക. അപ്പോൾ ഇതാണ് ചരിത്രത്തിൽ ഇന്ന് സംഭവിക്കുന്നത്. ഇവരുടെ മുമ്പിൽ ഇന്നും ലോകരാഷ്ട്രങ്ങൾക്കകത്ത് ഭയങ്കര ഫിയർ അങ്ങ് വരികയാണ്. ആ ഫിയർ ഇറ്റ്സ് ലൈക്ക് അത് ദൈവം ഒരു ഭയം, നിങ്ങളുടെ നിമിത്തം ഈ ജനത്തിന്മേൽ ഭയമിടുമെന്ന് പറയുന്ന ഒരു ഭയം ഇട്ടിരിക്കുക. കാരണം അവരുടെ ആക്ഷൻസ് കാണുമ്പോൾ, അതിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് പേടിച്ച് ചത്തുപോവുക, പേടിച്ച് ശത്രു അബദ്ധം ചെയ്യുക, പേടിച്ച് ശത്രു പിടികൊടുക്കുക. അപ്പം അത് എന്താ പറഞ്ഞത്, ഇന്നും അതാ ഒരു ചെറിയ രാജ്യത്തെ ഈ പറയുന്ന ആളുകളെല്ലാം ഭയക്കുന്നു. ഇവർ ഭയങ്കര ബോൾഡായിട്ട് നിൽക്കുന്നു. ഇവർക്ക് ഭയമുണ്ടെങ്കിൽ പോലും ആർക്കും മനസ്സിലാകത്തില്ല ഇവർക്ക് ഭയമുണ്ടെന്നുള്ളത്. ഞാനൊരു വാക്കും കൂടെ മറന്നു പോകുന്നതിന് മുമ്പ് നാടി തൊട്ടെ, ഇസ്രയേലിന് നേരെ ഈ ഒത്തിരി ടെററിസ്റ്റ് മൂവ്മെന്റും അല്ലെ ഏറ്റവും കൂടുതൽ ലോകരാജ്യങ്ങളിൽ ടെററിസ്റ്റ് എഴുന്നേറ്റ് വരുന്ന ഏത് രാജ്യം നോക്കും, ഇസ്രയേലുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പിന്നെ വേറെ ആഫ്രിക്ക കിടക്കുന്ന രാജ്യങ്ങൾ പോലും പോട്ടെ, നമ്മുടെ ഇങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ കിടക്കുന്ന പോലും രാജ്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം ഉള്ളിന്റെ ഉള്ളിൽ ടെററിസത്തിനകത്ത് കിടക്കുന്നവരുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യത്തോട് ഇവർക്ക് എതിരുണ്ട്. ഇസ്രയേൽ എത്ര ദൂരെയാണ് കിടക്കുന്നത്, പക്ഷെ ഇസ്രയേലിന്റെ തിരിച്ചുള്ള മറുപടി കേൾക്കണം. ഇപ്പൊ പാസ്റ്റർ പറഞ്ഞ ആ വാക്കിനകത്ത് ഈ ഒരു കാര്യം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ടെററിസം എന്ന് വെച്ചാൽ ഭീകരവാദം, ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തുക, ഭീകര അന്തരീക്ഷം ഉണ്ടാക്കുക. പക്ഷെ ഇസ്രയേൽ അവർക്ക് കൊടുക്കാനുള്ള മറുപടി കിട്ടേക്കുന്ന പേരെന്തോന്നറിയാമോ? ഇസ്രയേൽ അവർക്ക് കൊടുക്കാൻ മറുപടി കിട്ടേക്കുന്ന പേരാ ടെറോറൈസ് ദി ടെററിസ്റ്റ്. ടെറോറൈസ് ദി ടെററിസ്റ്റ് എന്നാ വേർഡ് ഇട്ടേക്കുന്നത്. അവർ പറയാ ടെററിസ്റ്റുമാരെ ടെററൈസ് ചെയ്യുക, ഭീകരവാദികളെ അവരെ ഭയപ്പെടുത്തുക. അപ്പൊ എന്ത് കാര്യത്തിന്റെ മീതയാ ഇവരുടെ മെന്റാലിറ്റി. പക്ഷേ ദൈവവചനത്തിൽ കൂടെ പറയുന്ന ആ രാഹാബിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ എരിഹോ മതിലുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഹൃദയം ഉരുകിപ്പോയി. എന്തുവാണ് നമ്മുടെ ബിലയാമും ബാലാക്കും പറയുന്നത്? കാള പുല്ല് നക്കിക്കളയുന്നത് പോലെ ഒരു കൂട്ടം ജനം, ദേശത്തെ ജനത്തെ നക്കിക്കളയുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവം കൊണ്ടുവരുന്നുണ്ടെന്ന്. ഞാന് പറയുന്ന ഒരു വാക്കുണ്ട് പാസ്റ്ററെ, ഈ ബിലയാമാണെങ്കിൽ പ്രവചിക്കാൻ വന്ന അല്ലെങ്കിൽ ശപിക്കാൻ വന്ന ഈ ബിലയാം പറയുന്ന ഒരു വാക്കുണ്ട്, കാട്ടുപോത്തിന് തുല്യമായ ബലം ഇവർക്കുണ്ടെന്ന്. കാട്ടുപോത്തിന് തുല്യമായ, ശരിക്കും പറഞ്ഞ ഇവരെ ഇറങ്ങിയ ചരിത്രം നോക്കിയാൽ ഇവർ അടിമകളായിട്ട് ഇറങ്ങി. ഒന്നുമല്ല, ഇവർക്ക് കാട്ടുപോത്തിന്റെ കുഞ്ഞിന്റെ അത്രയും പോലും ബലമില്ലാതെ അടിമയായിട്ട് അവർ ഇറങ്ങി. കാരണം ഇവരുടെ ഉള്ള ബലം മൊത്തം 430 സംവത്സരം ഇവരുടെ ആരോഗ്യവും ബലവും മൊത്തം ഇവരുടെ എനർജി ഫറവോൻ എടുത്തു, ഈജിപ്ഷ്യൻസ് എടുത്തു. പക്ഷേ ഈ 42 വർഷം അല്ലെങ്കിൽ 40 വർഷം, കാരണം ഈജിപ്തിൽ നിന്ന് ഇറങ്ങി മോവാബ്യ സമഭൂമിയിൽ എത്താൻ ഏകദേശം 40 വർഷം എടുത്തു. ഈ 40 വർഷം കൊണ്ട് ഇവർക്ക് എവിടുന്ന ബലം കിട്ടിയേ? ഈ മരുഭൂമിയിൽ എവിടുന്ന് ഇവർക്ക് ബലം കിട്ടി? ആണ് ഇവരെ നടത്തിയത് ഒരു സർവശക്തനായ ദൈവമായിരുന്നു. അത്യുന്നതന്റെ സാന്നിധ്യത്തിന്റെ അകത്തൂടെ അത്യുന്നതന്റെ ഗുണം ഈ ജനത്തിന്റെ മീതെ വ്യാപരിച്ചു. അങ്ങനെയല്ല ഈ ജനത്തിന് ബലം കിട്ടിയത്. അല്ല 430 സംവത്സരം ഇവർക്ക് അല്ലെങ്കിൽ ഈ 40 വർഷം മരുഭൂമിക്കകത്ത് ഇവരുടെ വേറെ ഒന്നുമല്ലല്ലോ, ദൈവം മന്ന കൊടുത്തു, ദൈവം കുടിക്കാനുള്ള വെള്ളം കൊടുത്തു. അതിലേറ്റവും ഉപരി തന്റെ സാന്നിധ്യത്തിന്റെ അകത്തൂടെയുള്ള ബലം. ഈ ജനത്തിന് ഭയമില്ല. ഈ ജനം പക്ഷെ ഇവരുടെ മിലിറ്ററി ഓപ്പറേഷൻ പഠിച്ചാൽ മതി. നമുക്ക് ഒറ്റ മിലിറ്ററി ഓപ്പറേഷൻ മാത്രം എടുത്ത് പഠിച്ചാൽ അടുത്ത ഒരു 2-3 മണിക്കൂർ പോകും. അതുപോലെ ഇവരുടെ 1956 സൂയിസ് കനാലിന്റെ ഇവരുടെ സ്ട്രാറ്റജി, 1900 അതിനു മുമ്പേ ഉള്ള 48 ഇവരുടെ യുദ്ധം, ഇനി മുന്നോട്ട് വരുമ്പോൾ 67 യുദ്ധം, ഇതെല്ലാം പഠിക്കുമ്പോൾ ഒറ്റ രാജ്യത്തിനെതിരെ അല്ല ഇവർ യുദ്ധം ചെയ്യുന്നത്. ഇവര് 3, 4, 5 രാജ്യങ്ങൾക്കെതിരെ 4 വശത്തുനിന്ന് ഒരുമിച്ച് യുദ്ധം ചെയ്യും. ഇവരുടെ കൈകളിൽ അതുപോലെ ഇവരുടെ ബുദ്ധിയും ഇവരുടെ സകല കാര്യങ്ങളും അതുപോലെ വികസിച്ചതാണ്. എന്താ കാര്യം? എനിക്ക് തോന്നുന്നു ഇവരുടെ ചരിത്രങ്ങൾ പറഞ്ഞാൽ ഒന്നും തീരത്തില്ല. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് ലേഖനങ്ങളിൽ പറഞ്ഞേക്കുന്ന ഒരു വാക്കുണ്ട്, അത് ഇസ്രയേലിന്റെ മരുഭൂമി യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയതാണ്. ഇത് ദൃഷ്ടാന്തത്തിനായി എഴുതി വച്ചിരിക്കുന്നു. ഇസ്രയേലിന്റെ യാത്ര, ഇസ്രയേലിന് പറ്റിയത്, സ്വസ്ഥതയിലേക്ക് കടക്കാനുള്ള ഒരു വാഗ്ദത്തം ശേഷിച്ചിരിക്കുക, നമുക്കും ശേഷിച്ചിരിക്കുക എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്.
എന്നിട്ട് ആ ഇസ്രയേലിന് മരുഭൂമിയിൽ പറ്റിയ കാര്യം പറഞ്ഞേക്കാൻ ഇത് ദൃഷ്ടാന്തത്തിനായി സംഭവിച്ചത്. ഇന്ന് ഇസ്രയേലിന്റെ ലൈഫിൽ കൂടെ നടക്കുന്ന സകല കാര്യങ്ങളും ദൈവസഭയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ ചരിത്രങ്ങളാ പറയുന്നത്, നമ്മൾ ഇന്നത്തെ കറണ്ട് ഹിസ്റ്ററിയാ പറയുന്നത്, അല്ലെ കറണ്ട് അഫയേഴ്സാ പറയുന്നത്. പക്ഷെ ഇതിനകത്തും ദൈവത്തിന്റെ ഇടപെടലുകൾ എത്ര വ്യക്തമാണ്. നമ്മുടെ ദൈവസഭകൾ എത്ര ആഴത്തിൽ ദൈവത്തിന്റെ ഇന്റർവെൻഷൻ, ദൈവത്തിന്റെ ഇടപെടലുകൾ, ദൈവം ഇറങ്ങി നിന്ന്. ടെക്നോളജി ഒന്നും ദൈവത്തിന് മുമ്പിൽ ഒന്നുമില്ല. ഞാനിപ്പോ ടെക്നോളജിയെ കാണിച്ച് മിസൈൽ വിട്ടതിനെ അയൺ ഡൂം പരാജയപ്പെട്ടെടുത്ത് ദൈവത്തിന്റെ കാര്യം ഇറങ്ങി എടുത്ത് കളഞ്ഞെന്ന്. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പാസ്റ്ററിലേക്ക് വരാം. ഒരു മറന്നു പോകുന്നതിന് മുമ്പ് ഇതിനൊക്കെ നാടിയട്ടെ. പാസ്റ്റർ പറഞ്ഞു ദാവീദിന്റെ കരങ്ങളിലെ കല്ല് അതൊക്കെ ഭയങ്കര ആക്യുറേറ്റ് ആയിരുന്നു. പക്ഷെ ഇസ്രയേലിന്റെ ഇന്നത്തെ ഒരു മിസൈലിന്റെ, ഇന്നത്തെ ഒരു ആയുധത്തിന്റെ പേരാ ഡേവിഡ് സ്ലിംഗ് എന്ന്. ഒരു മിസൈലിന്റെ പേരാ ഡേവിഡ് സ്ലിംഗ്. ദാവീദിന്റെ കയ്യിലെ കവണയാ ഒരു മിസൈലിൽ ഇട്ടേക്കുന്ന പേരിങ്ങനെ ഡേവിഡ് സ്ലിംഗ് എന്ന്. എത്ര 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 മനോഹരമാണ്. ഇസ്രയേലിന്റെ കാര്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഇന്റർവെൻഷൻ എത്ര മനോഹരമായിട്ട് നടക്കുക. നമ്മൾ ഇന്ന് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും. ഒരു കാര്യം കൂടെ, ഈ 2023 യുദ്ധത്തിൽ ഞാന് ഒരു വീഡിയോയ്ക്കകത്തൂടെ, യഹൂദന്മാരുടെ വീഡിയോയ്ക്കകത്തൂടെ ഞാൻ കണ്ടതാ, ഇസ്രയേലിനെതിരെ വിടുന്ന ആയിരക്കണക്കിന് മിസൈലുകൾ. പക്ഷെ അയൺ ഡൂമിന് പരാജയപ്പെടുത്താനൊക്കെ ഒരു പരിധിയുണ്ട് പാസ്റ്ററെ. എത്ര ആയിരക്കണക്കിന് അയൺ ഡൂമിനകത്ത് ഒറ്റ സമയത്തിനകത്ത് 50-100 എണ്ണേ പറ്റത്തുള്ളൂ. ശത്രു അയക്കുന്നത് ആയിരക്കണക്കിന് എണ്ണമാ. ഒറ്റ സമയം അങ്ങ് വരികയല്ലേ. അവര് പറയുക അനേകം മിസൈലുകൾ മെഡിറ്ററേനിയൻ സീയിൽ പോയി പൊട്ടുന്നതിന്റെ വീഡിയോ കാണിക്കുക. നേരെ ഈ ഗസയിൽ നിന്ന് വിടുന്ന സാധനം ഇസ്രയേലിന്റെ ബൗണ്ടറി കഴിഞ്ഞ് നൂറുകണക്കിന് മിസൈൽ കടലിൽ വീണ് പൊട്ടുന്ന കാഴ്ച. ഇന്നും സകല ടെക്നോളജിക്കും അപ്പുറം ഒരു ടെക്നോളജി കൊണ്ടും ഞങ്ങളെ കേൾക്കുന്ന യൗവനക്കാരാ ഏറ്റവും കൂടുതൽ ഇന്നത്തെ യൗവനക്കാരല്ലേ ഏറ്റവും കൂടുതൽ ടെക്നോളജിയുടെ പുറകെ പോകുന്നത്. എങ്ങനെ അപ്ഗ്രേഡ് അപ്ഗ്രേഡ് അപ്ഗ്രേഡ്. ടെക്നോളജിക്ക് മീതയാ ദൈവം. ആർക്കിയോളജിക്കും ചരിത്രങ്ങൾക്കും മീതയാ ദൈവം. എന്റെ ഭാഷയെ പറഞ്ഞ സമയങ്ങൾക്ക് മീതയാ. ഈസ് ബിയോണ്ട് ദ ടൈം. അവൻ സമയത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. ലോകത്തിൽ ഒരു മനുഷ്യനും സമയത്തെയും ഒന്ന് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. പക്ഷെ സകലത്തെയും നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഈ യുദ്ധങ്ങളിൽ കൂടെയും ചരിത്രങ്ങളിൽ കൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കേട്ട് ഇസ്രയേൽ ജയിച്ചു. ഇസ്രയേൽ ജയിച്ചു. ഹമാസ് നടന്ന വാറിൽ ഇസ്രയേൽ ജയിച്ചു. ഇപ്പൊ എന്നിട്ട് തിരിച്ചു പോവാ ആൾക്കാര്. ട്രംപ് പറഞ്ഞേക്കുക ഈജിപ്തിലേക്കും ജോർഡാനിലേക്കും കുറെ ആൾക്കാരെ കയറ്റണമെന്ന്. അവരതിനെ റിജക്ട് ചെയ്തു. പക്ഷേ നോക്കിക്കേ, ഇസ്രയേൽ ആ യുദ്ധത്തിൽ ജയിച്ചു. ഇനി ഒരിക്കലും ഹമാസിനെ അവിടെ ഭരിക്കാൻ അനുവദിക്കത്തില്ല. ഇസ്രയേൽ തന്നെയാ 1973 പീസ് കവനന്റ് നിമിത്തം അവരെ കൊണ്ട് അവിടെ കൊണ്ട് ആക്കിയത്. അവരെ ആക്കിയിട്ട് ഇവർ മാറി. 2006 ഹമാസിന്റെ ഗവൺമെന്റ് ബാക്കിയുള്ളവരെ മാറ്റിയിട്ട് അവിടെ അധികാരം ഏറ്റെടുത്തു. ഹമാസ് സ്ലോലി വർക്ക് ചെയ്ത് 2008, 9, 11, 12, 14 ഇങ്ങനെ വന്നു. 2023 പ്രശ്നങ്ങൾ അങ്ങോട്ട് നടന്നു. ഇസ്രയേൽ പറഞ്ഞു 50 വർഷം എത്തി, ജൂബിലി ഇയറാണ്. ബൈബിളിന്റെ ഒരു പ്രമാണമാണ്, ജൂബിലി ഇയർ എത്തിക്കഴിഞ്ഞാൽ ഈ ലാൻഡ് ഒറിജിനൽ ഓണറിന് മടങ്ങിപ്പോണം. ഇപ്പൊ ഈ ഒറിജിനൽ ഓണർ മടങ്ങിപ്പോകുന്നു. ഇതിനകത്തൂടെ എല്ലാം നമുക്ക് എന്താ മനസ്സിലാകുന്നത്? മേളിൽ ഒരാള് ആത്മമണ്ഡലത്തിൽ യുദ്ധം ചെയ്യുന്നുണ്ട്. ദൈവത്തിന്റെ വിശുദ്ധ ദൂതന്മാർ മീഖായേലിന്റെ നേതൃത്വത്തിൽ ഇറങ്ങി യുദ്ധം ചെയ്യുന്നുണ്ട്. പക്ഷേ സാത്താൻ ഇതുപോലെ തന്നെ ഭൂമിയിൽ അവന്റെ ഏജന്റുമാരെ അയച്ച് അവന്റെ വഞ്ചന വിശ്വസിച്ചുകൊണ്ട് ഒത്തിരി പേര് ദൈവം തെരഞ്ഞെടുത്ത ഇസ്രയേലിന് നേരെ തിരിയുമ്പോൾ, ഭൂമിയിൽ ഇതൊക്കെ ബോംബുകളും മിസൈലും ഗണ്ണും ഒക്കെ ഫയർ ചെയ്യുമ്പോൾ വേറൊരു യുദ്ധം ആത്മമണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുക. അത് കൃത്യസമയത്തിന് അവിടെ ജയം കിട്ടിയാൽ ഇവിടെ ക്ലിയർ ആയി കിട്ടും. എത്ര വ്യക്തമായിട്ടാ പാസ്റ്ററെ ഇസ്രയേലിന്റെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ഇന്നത്തെ സഭയ്ക്ക് എത്ര ആഴത്തിലുള്ള, ഒരിക്കലും മാറ്റാൻ പറ്റാത്ത നഗ്നമായ സത്യങ്ങളെ വെളിപ്പെടുത്തി തരിക ഇസ്രയേല്. പക്ഷെ പലപ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷേ നമുക്ക് നിർത്താം. പക്ഷെ ഇസ്രയേലിന്റെ യുദ്ധമെല്ലാം ഇസ്രയേലിന് അനുഗ്രഹമായി തീർന്നതുപോലെ നമ്മുടെ ദൈവസഭകൾക്ക് നേരെ വരുന്ന എല്ലാ ഹമാസുമാരും അല്ലെങ്കിൽ എല്ലാ ഹാമാന്മാരും, നിങ്ങൾ അതിനു നേരെ
ഒന്നും പറയാൻ പോകാതെ ആത്മമണ്ഡലത്തിൽ അതിനെ ഇളക്കി വിടുന്ന അന്ധകാര ശക്തിയോട് യുദ്ധം ചെയ്യും. ഭയങ്കര അനുഗ്രഹമായിരിക്കും. സഭയുടെ എക്സ്പാൻഷന് വേണ്ടി സഭയുടെ അതിരുകളെ ഞാൻ വിശാലമാക്കും. നീ ദൈവത്തെ, പുറപ്പാട് പുസ്തകത്തിലെ നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞ വാക്യം, നീ സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ദൈവമായ യഹോവയെ ആരാധിക്കാൻ നീ എന്റെ അടുക്കൽ നിന്റെ പുരുഷന്മാരൊക്കെ കയറി വരണം. പുരുഷന്മാരെന്ന് പറഞ്ഞേക്കുന്ന വേർഡ് യുദ്ധത്തിന് പ്രാപ്തിയുള്ളവർ സൈന്യത്തിന്റെ കമാൻഡർ അടുക്കൽ വന്ന് വർഷിപ്പ് ചെയ്താൽ മതിയെന്ന. സൈന്യത്തിന്റെ കമാൻഡറിന്റെ അടുക്കൽ വന്ന് സൈന്യാധിപന്റെ അടുക്കൽ കയറി വന്നാൽ പുരുഷന്മാരെ മാത്രം വിളിച്ചു. ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ അതിർത്തികളെ വിശാലമാക്കും. എനിക്കറിയത്തില്ല പക്ഷെ ഇതിനകത്ത് സ്പിരിച്വൽ സ്ട്രാറ്റജി ഒക്കെ എന്തുവാണെന്ന്. പുരുഷന്മാരെന്ന് വിളിക്കുന്ന 20 വയസ്സിനോട്ട് മുകളിലോട്ടുള്ള യുദ്ധസന്നദ്ധരായ വ്യക്തികളെയാണല്ലോ. അവരെല്ലാം ടാബർനാക്കളിൽ വരണമെന്ന്, ദൈവസാന്നിധ്യത്തിനടുക്ക വരണമെന്ന്. ഞാൻ നിന്റെ അതിർത്തികളെ വിശാലമാക്കും. യുദ്ധമില്ലാതെ വിശാലമാക്കുന്ന, അഥവാ ശത്രു യുദ്ധത്തിന് വന്നാൽ എന്നാലും വിശാലമാകും. യുദ്ധമില്ലാതെ വിശാലമാകും, യുദ്ധത്തിൽ കൂടെ വിശാലമാകും. ദൈവവചനത്തിന്റെ ആഴങ്ങൾ എത്ര ഗംഭീരമാണ്. പക്ഷേ ചരിത്രങ്ങളിൽ കൂടെ മനസ്സിലാക്കാൻ നമ്മുടെ ദൈവം സകലത്തെ നിയന്ത്രിക്കുന്നു. അതെ പാസ്റ്ററെ, ഒത്തിരി ചരിത്രപാഠങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. പറയാൻ എൻ്റെ മനസ്സിൽ ഒത്തിരി ചിന്തകൾ വരുന്നതിനാൽ നമ്മുടെ സമയം വളരെ വേഗത്തിൽ മുന്നോട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പാസ്റ്റർക്കും യാത്ര ചെയ്യണം, എനിക്കും അടുത്ത പ്രോഗ്രാംസ് ഉണ്ട്. നമുക്ക് അടുത്ത വീക്കിൽ പിന്നെയും കുറേ പാഠങ്ങൾ കൂടെ പഠിക്കാം. ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിച്ചൊരു കാര്യം, 2ാം ലോക മഹായുദ്ധത്തിൻ്റെ തൊട്ട് മുമ്പ് ഹോളോകോസ്റ്റ് നടന്നത്. അല്ലെങ്കിൽ ആ യുദ്ധം നടക്കുമ്പോൾ തന്നെ വലിയ ഹോളോകോസ്റ്റിൻ്റെ പീഡനങ്ങൾ നടക്കി. 60 ലക്ഷം യഹൂദന്മാരാണ് യൂറോപ്പിൽ അന്ന് ജീവൻ നഷ്ടപ്പെട്ടവർ. അതൊരു ഈറ്റുനോവായിരുന്നു പാസ്റ്ററെ, ഒരു രാജ്യം ജനിക്കുന്നതിൻ്റെ ഈറ്റുനോവായിരുന്നു. നോവ് കിട്ടിയപ്പോൾ തന്നെ രാജ്യം ജനിച്ചെന്ന് പറയുന്ന അല്ലേ, ഒരു ഈറ്റുനോവ്. അത് ശരിക്കും ഒരു ബർത്ത് ബാങ്ക്, ഒരു പ്രസവവേദനയാണ്. ആ ഇസ്രായേൽ എന്ന രാഷ്ട്രം ജനിക്കുന്നതിൻ്റെ ഈറ്റുനോവ് എന്ന പദം, ജനിക്കുന്നതിൻ്റെ പദമാണ്. ഇസ്രായേൽ എന്ന രാഷ്ട്രം ജനിക്കുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ടായ ഈറ്റുനോവ്. യേശു കർത്താവ് പ്രവചിക്കുമ്പോൾ പറയുന്നുണ്ട് ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമെന്ന്. ഇതെല്ലാം കണക്ട് ചെയ്ത് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളിന്ന് കേൾക്കുന്ന യുദ്ധങ്ങളും യുദ്ധശ്രുതികളും മറ്റൊരു ഈറ്റുനോവിൻ്റെ ആരംഭമാണെന്നുള്ളത് മറന്നു പോകില്ല. ഇസ്രായേൽ എന്ന രാഷ്ട്രം 40s ആ ഒരു ഈറ്റുനോവിൽ നിന്ന് ജനിച്ചു വീണെങ്കിൽ, ആ ഈറ്റുനോവ് 2ാം ലോകമഹായുദ്ധം ഈറ്റുനോവാണ്, ഹോളോകോസ്റ്റ് ഈറ്റുനോവാണ്. ആ വലിയ പ്രസവവേദനയുടെ നടുക്ക് ഒരു രാഷ്ട്രം ജനിച്ചെങ്കിൽ, ഇപ്പോൾ ഉണ്ടാകുന്ന നമുക്ക് ചുറ്റും കാണുന്ന പാലസ്തീനിലും ഇസ്രായേലിലും ഒക്കെ നടക്കുന്ന സംഭവങ്ങൾ നമ്മളെ ഓർപ്പിക്കുന്നത് മറ്റൊരു ഈറ്റുനോവാണ്. സഭയെന്ന ഒരു 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 സംവിധാനം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന, എടുക്കപ്പെടുന്ന ഒരു ഈറ്റുനോവാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വേഗത്തിൽ സംഭവിക്കും. സഭ എടുക്കപ്പെട്ട ശേഷം യേശു കർത്താവ് ഈ ഭൂമിയിൽ ഭരിക്കുന്ന ഒരു വിശാല ഇസ്രായേൽ എന്ന രാഷ്ട്രം പൂർണ്ണമായി ജനിക്കുന്ന ഒരു ഈറ്റുനോവിൻ്റെ ആരംഭമാണ് നമ്മൾ കാണുന്നത്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം പാസ്റ്ററെ, ഈ 1ാം ലോക മഹായുദ്ധത്തിൽ യഹൂദന്മാർ പല രാജ്യങ്ങളിലും നിന്ന രാജ്യത്തെ അങ്ങ് സപ്പോർട്ട് ചെയ്തു. പക്ഷെ 2ാം ലോക മഹായുദ്ധത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ അമേരിക്കയുടെ സഖ്യകക്ഷികൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്തത് യഹൂദന്മാരാണ്. അമേരിക്കൻ പട്ടാളത്തിൽ 6 ലക്ഷം പേരുണ്ടായിരുന്നു. ചൈനീസ് പട്ടാളത്തിൽ ഉദ്ദേശം 6 ലക്ഷം പേരുണ്ടായിരുന്നു. അമേരിക്കൻ പട്ടാളത്തിലെ 6 ലക്ഷം പേരിൽ 50,000 പേര് യഹൂദന്മാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. 6 ലക്ഷം പേര് അമേരിക്കൻ പട്ടാളമല്ല, 6 ലക്ഷം യഹൂദന്മാർ വീരമൃത്യു പ്രാപിച്ചെന്ന നമ്മൾ കാണുന്നത്. അപ്പം ആ 6 ലക്ഷത്തിൽ 50,000 പേര് എന്ത് ചെയ്തു? അവർ വീരമൃത്യു പ്രാപിക്കുകയും അമേരിക്കൻ പട്ടാളത്തിൻ്റെ അവാർഡ്സ് വാങ്ങിക്കുകയും ചെയ്തു. യഹൂദന്മാർ റെഡ് ആർമി, അതായത് ചൈനീസ് ആർമിയിൽ 6 ലക്ഷം പേര്. സോവിയറ്റ് യൂണിയൻ അലൈസിലായിരുന്നു, അതായത് സഖ്യകക്ഷികളിലായിരുന്നു. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിയാലോട്ടല്ലോ 60 ലക്ഷം മരിച്ചെങ്കിൽ ഏകദേശം 60 ലക്ഷം യഹൂദന്മാർ 2ാം ലോക മഹായുദ്ധത്തിന് യുദ്ധം ചെയ്തു. പല രാജ്യങ്ങളുടെ പേരിലാണ്. ഇതൊക്കെ ചരിത്രത്തിൽ നമുക്ക് എങ്ങനെ മറക്കാൻ പറ്റും? അപ്പോൾ യുദ്ധചരിത്രം ഇനി അടുത്ത ആഴ്ച ബാക്കി കേൾക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നന്ദി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം വിനിയോഗിച്ചതിൽ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു പാസ്റ്റർ. ഒരു പ്രാവശ്യം പാസ്റ്റർ നന്ദി പറഞ്ഞു. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ടൈം.